ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. നാട് പൊരുതി നേടിയ അവകാശങ്ങളിൽ നിന്നും പിന്നോട്ട് നടക്കാനാണ് കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആവശ്യപ്പെടുന്നത്. താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ കൂട്ടാക്കാഞ്ഞ അധ്യാപകരും കൂടെ പഠിക്കാൻ തയ്യാറാവുന്ന വിദ്യാർത്ഥികളും ഉള്ളിടത്തേക്കാണ് അയ്യങ്കാളി പഞ്ചമി എന്ന പെൺകുട്ടിയുടെ കൈപിടിച്ച് പഠിപ്പിക്കാനിറങ്ങിയത്. അവിടുന്നാണ് പാഠമില്ലെങ്കിൽ പാടത്തേക്കില്ലെന്ന മുദ്രാവാക്യത്തിലൂടെ സാർവത്രിക വിദ്യാഭ്യാസം എന്ന മാറ്റത്തിലേക്ക് കേരളം എത്തിയത്. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ അടിമ ഉടമ ബന്ധമില്ലെന്ന് ഒരു നല്ല അധ്യാപകരും അടിമയുടമ ബന്ധമാണെന്ന് പറയില്ല. പരസ്പര സ്നേഹത്തിന്റെയും കാലം കെടുത്താത്ത അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിന്റെയും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ശ്രീനാരായണ ഗുരു നിഷ്കർഷിച്ച പരസ്പര ബഹുമാനത്തിന്റെ മാർഗമാണ് മലയാളിയുടെ സനാതനത്വം. അവിടെ ഭാരതീയ പാരമ്പര്യം പറഞ്ഞ അധ്യാപകരുടെ കാൽ കഴുകി ചന്ദനം ചാർത്താൻ പറയുന്നത് വിദ്യ അധ്യാപകന്റെ ഔദാര്യം എന്ന ചിന്തയിൽ നിന്നാണ്. വിധേയപ്പെടലാണ് ബഹുമാനമെന്ന പ്രതീതി സൃഷ്ടിച്ച് സംഘപരിവാർ ആശയങ്ങൾ നടപ്പാക്കുന്നതിനെ പ്രതിരോധിക്കേണ്ടേ? കാവിക്കൊടിയേന്ത്യ ഭാരതാംബയ്ക്ക് ശേഷം അധ്യാപകരുടെ പാദപൂജ എന്ന വിഷയവുമായി ഗവർണർ എത്തുന്നത് എന്തിന്റെ സൂചനയാണ്? വന്ദിക്കാൻ പാദപൂജയോ എന്നതാണ് ചോദ്യം. CPM പ്രതിനിധി KT കുഞ്ഞിക്കണ്ണൻ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, അധ്യാപകൻ P പ്രേമചന്ദ്രൻ, സാമൂഹ്യ നിരീക്ഷകൻ ദിനു വെയിൽ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇപ്പോൾ സർക്കാർ ശക്തമായി പ്രതികരിച്ചിരിക്കുന്നു. ഗവർണറുടെ ഇന്നത്തെ പ്രതികരണം കണ്ടല്ലോ. രാജ്യത്തിന്റെ സംസ്കാരമാണ്, സംസ്കൃതിയാണ്, അത് മനസ്സിലാക്കാൻ കഴിയാത്തവരാണോ മലയാളികൾ എന്ന സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണ് ഈ വിഷയം, അത് പ്രതിഷേധാർഹമാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിന്മേൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഭാരതാംബയുമായി ബന്ധപ്പെട്ട കാവിക്കൊടിയേന്ത്യ ഭാരതാംബയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ തെരുവിൽ സമരങ്ങൾ തുടരുകയാണ്. അതിന് പിന്നാലെയാണ് അടുത്ത വിഷയമായി ഇത് ഉയരുന്നത്. ഇനിയും അടുത്ത വിഷയം എന്ന രൂപത്തിൽ RSSന്റെ അജണ്ട കൃത്യമായി നടപ്പാക്കി പോകുന്നുമുണ്ട്. എങ്ങനെ പ്രതിരോധിക്കും? ഇത്തരം അപരിഷ്കൃതമായ നടപടികൾ വിദ്യാർത്ഥികളിൽ അടിമത്വവും ദാസ്യമനോഭാവവും ഒക്കെ വളർത്തുന്ന വൈദിക ബ്രാഹ്മണ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യൻ സംസ്കാരത്തെ നമ്മുടെ ഗവർണർ ദയവ് ചെയ്തിട്ട് വൈദിക ബ്രാഹ്മണ്യ ചരിത്രവുമായി ബന്ധപ്പെട്ട അവരുടെ അതീശത്വ സംസ്കാരമായി പരിമിതപ്പെടുത്തി കാണരുത്. ഇന്ത്യയെ രൂപപ്പെടുത്തിയ ആശയങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് വൈദിക ബ്രാഹ്മണ്യം കൽപ്പിച്ചടിച്ചേൽപ്പിച്ച നാനാവിധമായ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരായിട്ടുള്ള സമരം. ആ സമരത്തിലൂടെയാണ് അത്തരം പ്രാചീന സംസ്കൃതിയുടെ ഭാഗമായ ആചാരങ്ങളെ നിരന്തരമായി ലംഘിച്ചുകൊണ്ടാണ് നമ്മുടെ നവോത്ഥാനവും അതുവഴി ഒരാധുനിക രാഷ്ട്രമെന്ന നിലക്ക് ഇന്ത്യയുടെ രൂപാന്തരവും ഉണ്ടായത്. അതറിയാത്ത സവർണ ബ്രാഹ്മണ്യത്തിൻ്റെ ഭൂതകാലത്തിൽ ആ ഭൂതകാലം അടിച്ചേൽപ്പിച്ച ആ വിദൂരമായ ഭൂതകാലത്തിലെ അശ്ലീലകരമായ ആചാരങ്ങൾ, അപമാനകരമായ നടപടിക്രമങ്ങൾ ഇന്നും തുടരണമെന്ന് വാദിക്കുന്നവരാണ് RSSകാർ. അദ്ദേഹം RSSകാരനാണ്, RSSന്റെ പ്രചാരക്കാണ് നമ്മുടെ ഗവർണർ. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഗവർണർ എന്നതൊരു ഭരണഘടനാ പദവിയാണ്. നമ്മുടെ ഭരണഘടനയുടെ 51A സയൻറ്റിഫിക് ടെമ്പർ വിദ്യാർത്ഥികളെല്ലാം ഉണ്ടാക്കണമെന്ന് പറയുന്നതാണ്. സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ ഒരാധുനിക ജനാധിപത്യ സമൂഹത്തെ യുക്തിബോധത്തിലേക്ക്, ശാസ്ത്രബോധത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ശാസ്ത്രബോധവും യുക്തിബോധവും ഒക്കെ എന്ന് പറയുന്നത് ആധുനികമായ ആശയമാണ്. ആധുനികമായ ആശയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമീപനം എന്ന് പറയുന്നത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ കഴിയുക, എല്ലാറ്റിനെയും ബഹുമാനിക്കാൻ കഴിയുക എന്നാണ്. എല്ലാറ്റിനെയും ബഹുമാനിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വൈദിക ബ്രാഹ്മണരുടെ കാല് കഴുകി പാപമുക്തി നേടണമെന്ന് പറയുന്ന ഈ സവർണ ഫാസി സംസ്കാരമല്ല. അതിനപ്പുറത്ത് അധ്യാപകർ വിദ്യാർത്ഥികളെ തങ്ങളിൽ ഒരാളായിട്ട് സൗഹൃദത്തോടെ കൂടിക്കാണുന്ന, വിദ്യാർത്ഥികൾ അധ്യാപകരെ തങ്ങളുടെ തന്നെ ഭാഗമായിട്ടുള്ള ഒരാളായിട്ട് വളരെ സ്നേഹത്തോടു കൂടി കാണുന്ന, സ്നേഹത്തിന് പകരം അടിമത്തത്തെയും ദാസ്യമനോഭാവത്തെയും അടിച്ചേൽപ്പിക്കുന്ന വൈദിക ബ്രാഹ്മണ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് ഈ പാദപൂജ. ഗുരുപൂജയുടെ പേരിൽ അടിച്ചേൽപ്പിക്കുന്ന ഈ പാദം കഴുകൽ. അത് കേരളീയർക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ പ്രാചീന സംസ്കാരം, ഇന്ത്യയുടെ സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ ഗവർണർ വൈദിക ബ്രാഹ്മണ്യത്തിൻ്റെ സംസ്കാരത്തെ ഇന്ത്യയുടെ സംസ്കാരമായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. അത് ശാഖയിൽ പോയി പറഞ്ഞാൽ മതി. കേരളം പോലെ നവോത്ഥാനത്തിൻ്റെ ധീരോദാത്തമായ ചരിത്രമുള്ള, ഇവിടെ ഇൻട്രോയിൽ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഇവിടെ
അയ്യങ്കാളി ഉൾപ്പെടെയുള്ള ആളുകൾ പഠിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് അധസ്ഥിതന്റെ ജ്ഞാന അധികാരത്തിന് വേണ്ടി സമരം ചെയ്ത് രൂപപ്പെടുത്തിയ ഒരു സമൂഹമാണ്. പക്ഷേ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ചരിത്രമുള്ള ഒരു ജനത താങ്കൾ പറഞ്ഞതുപോലെ ശാഖയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴും ശാഖയിലല്ല ഇപ്പോൾ പറയുന്നതെന്നുള്ളതാണ് പ്രശ്നം. ശാഖയിലല്ല, അവിടെ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് കടന്നിരിക്കുന്നു. അതിന് സ്വീകാര്യത കിട്ടുന്ന രൂപത്തിലേക്ക് അതങ്ങ് പടരുകയാണ്. അങ്ങനെ അത്ര എളുപ്പം കേരളം പോലൊരു സമൂഹം ഒന്നും ചെവിക്കൊള്ളൂ തോന്നില്ല. സംഘപരിവാറിൻ്റെ ശാഖയിൽ പോകുന്ന ദുർഗാവാഹിനികളെ അംഗങ്ങളായിട്ടുള്ള കുറേ സ്ത്രീകളെ പോയിട്ട് ജനൻ ടി വിക്കാരൻ മൈക്ക് പിടിച്ചിട്ട് അവരെ കൊണ്ട് അഭിപ്രായം പറയിച്ചാലൊന്നും അത് കേരള പൊതുസമൂഹം സ്വീകരിക്കുന്ന പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായമായിട്ടൊന്നും അത് മാറാൻ പോകുന്നില്ല. കേരളം ഇതിന് അതിശക്തമായി പ്രതിരോധിക്കും. ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അടിമ മനോഭാവവും ദാസ്യ മനോഭാവവും ഒക്കെ വളർത്തുന്ന ഇത്തരം അനുഷ്ഠാനങ്ങളുമൊന്നും കേരളം ഒരിക്കലും അംഗീകരിക്കില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇത്തരം അപരിഷ്കൃത നടപടികൾ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം ആരുടെ ഭാഗത്തുണ്ടായാലും കൃത്യമായ നടപടി സ്വീകരിക്കും. നമ്മുടേതൊരു ആധുനിക സമൂഹമാണ്. ആ ആധുനിക സമൂഹം ഒരിക്കലും പ്രാചീന കാലത്തെ ഇതുപോലെയുള്ള അപമാനകരമായ അനുഷ്ഠാനങ്ങൾ, അതും വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ, അതും ശിക്ഷണത്തിൻ്റെ പേരിൽ അംഗീകരിക്കണമെന്നാണോ പറയുന്നത്? ഈ ഗവർണർ ഏത് പ്രാചീന യുഗത്തിലാണ് ജീവിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഈ പ്രാചീനയുടെ തിരുമന്തൻ തലകളെ നവോത്ഥാനത്തിൻ്റെ പ്രകാശബോധമുള്ള കേരളത്തിലെ ജനങ്ങൾ അതിശക്തമായി നേരിടും. കേരളത്തിലെ തെരുവുകൾ അദ്ദേഹത്തെ വിചാരണ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശരി, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഇന്ന് ഗവർണർ ഈ വിഷയം വിശദീകരിക്കുന്നിടയ്ക്ക് പറഞ്ഞു, രാജ്ഭവനിൽ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് തന്നോട് ഈ ദിവസം പ്രണാമം പറഞ്ഞു തന്നോട് എന്ന്. അങ്ങനെ പ്രണാമം പറഞ്ഞ ഉദ്യോഗസ്ഥർ നടപടി എടുക്കണോ എന്നാണ് അദ്ദേഹം പരിഹാസത്തോടു കൂടി ചോദിക്കുന്നത്. ഇവിടെ പ്രണാമം പറയുന്നതാണോ വിഷയം? എന്തിനാണ് അധ്യാപകരുടെ കാൽ കഴുകണം വിദ്യാർത്ഥികൾ എന്ന് ശഠിക്കുന്നത്? അതുകൊണ്ട് എന്തു ബഹുമാനമാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഇതൊരു തെറ്റായ ആചാരമല്ലേ? സ്മൃതി, ആദ്യം തന്നെ ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി തന്നെ സ്മൃതിയോട് പറയട്ടെ, നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ചില കാര്യങ്ങളെ അത് വലിയൊരു എന്താ പറയുക ആചാരങ്ങളുടെ ഭാഗം, അതങ്ങനെ ഇങ്ങനെ, ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ല. എന്ന് നമ്മളിപ്പോൾ ഞാനും ശ്രുതിയും പഠിക്കുന്ന കാലഘട്ടമൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അത് മാതാപിതാ ഗുരു ദൈവമെന്ന് നമ്മളും പഠിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ എൻ്റെ ഗുരുക്കന്മാരെ കണ്ടാൽ ഒരു ബഹുമാനിക്കും ഞാൻ. അവർ കഴിഞ്ഞ ഒരു മാസം മുൻപ് ആൻഡോ മാഷ് എന്ന് പറയപ്പെടുന്ന എൻ്റെ മറ്റും സ്കൂളിലെ അധ്യാപകൻ, എന്നെ മലയാളം പഠിപ്പിച്ച അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ വിരമിക്കലുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. അദ്ദേഹത്തെ ഞാൻ നമസ്കരിക്കും. എത്ര കാലം കഴിഞ്ഞ് അദ്ദേഹത്തെ കണ്ടാലും ഞാൻ അദ്ദേഹത്തിൻ്റെ പാദം തൊട്ടു. അത് എൻ്റെ ഒരു സംസ്കാരമാണെന്ന്, അത് ഞാൻ അതിനെ അംഗീകരിക്കുന്നു, ഞാനതിന് ബഹുമാനിക്കുന്നു. ഞാൻ എൻ്റെ ഗുരുക്കന്മാരെ, എനിക്ക് 4 അക്ഷരം പറഞ്ഞു തന്ന ആൾക്കാരെ, അല്ലെങ്കിൽ അത് അധ്യാപകൻ്റെ രൂപത്തിൽ 4 അക്ഷരം പറഞ്ഞു. ഇനി നാളെ കെ ടി കുഞ്ഞിക്കണ്ണൻ എന്ന് പറയപ്പെടുന്ന ഇടതുപക്ഷത്തിൻ്റെ നവോത്ഥാന നായകന്മാരുടെ വളർത്തിയെടുക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം എനിക്കൊരു നല്ല കാര്യം പറഞ്ഞു തന്നാൽ അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കും. നാളെ സ്മൃതി എനിക്കൊരു നല്ല കാര്യം പറഞ്ഞു, സ്മൃതിയും ബഹുമാനിക്കും. അതൊന്നും ഒരു തെറ്റുള്ള കാര്യമല്ല. വിദ്യാർത്ഥികൾ വളർന്നു വരുന്ന സമയത്ത് അവർക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കുകയും അത് കൃത്യമായിട്ട് അവരുടെ മനസ്സിലേക്ക് എത്തിക്കുക, നല്ലൊരു കുട്ടികളായിട്ട് ഭാവിയിൽ കാല് കഴുകുന്നതിനെ കുറിച്ചാണ് ചോദ്യം. പാദപൂജ, കാല് കഴുകി ചന്ദനം തേക്കുക, പൂവിടുക, ഇതൊക്കെ ചെയ്യുന്നത് ശരിയാണോ? സ്മൃതി, ഞാൻ പറയട്ടെ, ഗുരുവന്ദനം അല്ലെങ്കിൽ ഗുരുവെ വന്ദിക്കുക, ബഹുമാനിക്കുക എന്ന് പറയപ്പെടുന്നതിൽ തെറ്റ് ഞാൻ കാണുന്നില്ല. അത് കാല് കഴുകിയിട്ടാവണോ, നമസ്കാരം പറഞ്ഞിട്ടാകണോ, തൊഴണോ എന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ട് അത് താല്പര്യമുള്ളവർക്കത് ചോദ്യം സംശയം ചോദിക്കുകയാണ്. അല്ല, സംശയമാണ്. ഞാൻ ഉല്ലാസ് ബാബുവിന് ബഹുമാനം തോന്നുന്ന ഒരാളെ കണ്ടാൽ ഒന്ന് കാല് തൊട്ട് വന്നിക്കും, പ്രായമുള്ള ഒരാളെ കണ്ടാൽ ചെയ്യുമെന്ന് പറഞ്ഞു. ശരി, അത് വാദത്തിൽ അംഗീകരിക്കാം. ഇത് അങ്ങനെയല്ലല്ലോ. ഒരാൾക്ക് തോന്നി അയാൾ തന്നെ ചെയ്യുന്നതല്ല, ഒരു പരിപാടി സംഘടിപ്പിക്കലാണ്. ആ പരിപാടിയിൽ അധ്യാപകർ നിരന്നിരിക്കുകയാണ്, കാലുകൾ ഉയർത്തിവെച്ച്. അവരുടെ കാലുകൾ കഴുകണമെന്നുള്ള നിർബന്ധിതമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുക? അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? താങ്കൾ അതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ സ്മൃതി എന്നോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആ സൗണ്ടിൻ്റെ ഒരു മോഡുലേഷൻ കണ്ടില്ലേ? അധ്യാപകൻ അവർക്ക് നിരന്നിരിക്കുകയാണ്, അവരുടെ കാലുകൾ കഴുകിക്കുകയാണ് എന്ന് പറയപ്പെടുന്നില്ല. ഇതാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് നേരിടുന്ന പ്രയാസം എന്ന് പറയപ്പെടുന്നത്. അതിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വളർന്നു വരുന്ന കുട്ടികൾ അടക്കമുള്ള ആളുകൾ ഗുരുവന്ദനം നടത്തുന്നതുകൊണ്ടോ, മുതിർന്നവരോ അല്ലെങ്കിൽ നമ്മളോട് ഒപ്പം നിൽക്കുന്നവരോ അല്ലെങ്കിൽ നമുക്ക് മേലെ നമുക്ക് വഴികാട്ടിയാകുന്നവരോടോ ബഹുമാനമോ വന്ദനമോ കൊടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റും
ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ അതിനെ അംഗീകരിക്കുന്നു. ചില ആചാരങ്ങൾ, ചില പൈതൃകങ്ങൾ അത് പരിപൂർണമായിട്ട് അത് ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ പുറത്തല്ല. അത് ചില സംസ്കാരങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നു ഒരു നാടിൻ്റെ നൈതികതയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല. അല്ലാണ്ട് ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇനിയിപ്പോൾ ഇവർ സമയം മാറ്റണമെന്ന് പറഞ്ഞ സമയത്ത് ജാതി സംഘടനകൾ സമയം മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പേടിച്ച് മൂത്രം കെട്ടിയ മറ്റേ ഈ ശിവൻകുട്ടിയെ പോലെയുള്ള ആളുകൾ ചർച്ച ചെയ്യാൻ പോവല്ലേ? സുംബ ഡാൻസ് കളിച്ച സമയത്തിൽ അപാകതയുണ്ട് എന്ന് പറയപ്പെടുന്ന സമസ്ത പോലെയുള്ള സംവിധാനങ്ങളോട് സന്ധി ചെയ്തവരല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ? നവോത്ഥാന നായകന്മാരെ സൃഷ്ടിക്കപ്പെടുന്ന പ്രവർത്തനത്തിന് വേണ്ടി കേരളം സമ്മതിക്കില്ല എന്ന് ഇപ്പം തന്നെ പ്രസംഗിച്ച കെട്ടി കുഞ്ഞിക്കണ്ണൻ സാർ. അങ്ങയുടെ ശിവൻകുട്ടി ഉണ്ടല്ലോ, സമസ്ത പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും തലകുമ്പിട്ട് കൊടുക്കുന്നത് ഏത് ജാതിയുടെയും മതത്തിൻ്റെയും മുൻപിൽ തലകുനിക്കുന്നതാണെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ഞങ്ങളതൊന്നും പറഞ്ഞില്ലല്ലോ സ്മൃതി. വളരെ കൃത്യമായിട്ട് തന്നെ പറയാം, ഒരു വളർന്നു വരുന്ന ഒരു സമൂഹത്തിനകത്ത് ചില ആചാരങ്ങൾ, ചില വ്യവസ്ഥകൾ, ചില ശൈലികളൊക്കെ ശീലിക്കുന്നത് നല്ലതാണ്. തെറ്റുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് ചോദ്യം. അധ്യാപകനോട് എന്തിനാണ് ഗുരുവന്ദനം എന്ന് പറയുന്നതും കാല് കഴുകുന്നതും രണ്ടല്ലേ? ഞാൻ ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പാലക്കാട് ഞാൻ എങ്ങനെ ആക്ഷൻ കാണിച്ച് ഞാൻ കണ്ടില്ല, ടി വിയില്ല. പാലക്കാട് ബോട്സ്വാന എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യത്തിൽ നിന്ന് പാലക്കാടുള്ള ഒരു അധ്യാപികയെ കാണാൻ 30 വർഷങ്ങൾക്ക് ശേഷം ബോട്സ്വാനിയനായിട്ടുള്ള ഒരാൾ വരികയുണ്ടായി. അറിയാലോ, ആ ബോട്സ്വാനിയനായിട്ടുള്ള ഒരാൾ വരികയുണ്ടായി, വന്ന് അധ്യാപികയെ കണ്ട് ബഹുമാനിച്ച് തിരിച്ചുപോയി. അവരപ്പോൾ പത്രങ്ങളടക്കം വലിയ റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു അതിനകത്ത്. കാരണം അതിഗംഭീരമായിട്ടുള്ള ഒരു സമാഗമായിരുന്നു അത്. ഇത്ര വർഷങ്ങൾക്ക് ശേഷം അധ്യാപികയെ കാണാൻ വന്നത്. എന്തുകൊണ്ടാണ് അധ്യാപികയെ കാണാൻ വന്നത്? അദ്ദേഹത്തിന് അറിവിലേക്ക് ഒരു വ്യക്തി എന്ന രീതിയിൽ 10-30 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം നാട്ടിൽ വന്ന്, ഇന്ത്യയിലെ കേരളത്തിൽ വന്ന്, കേരളത്തിലെ പാലക്കാടിൽ വന്ന്, പാലക്കാടിലെ ആ ഗ്രാമത്തിൽ വന്ന് അദ്ദേഹത്തെ പഠിപ്പിച്ച് അധ്യാപികയെ കണ്ടുപോയ കാര്യം നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്തു. സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ചിന്തകളും ആചാരങ്ങളും ബഹുമാനങ്ങളാണ്ട് അധ്യാപികയെ തന്നെ പുറത്തെടുത്താൽ ഞാൻ കൈകാര്യം ചെയ്ത് കളയാം എന്ന് പറയപ്പെടുന്ന ഒരു ശൈലിയിലേക്ക് പല വിദ്യാലയങ്ങളിലും പോകുന്നുണ്ട് സ്മൃതി. അടക്കമുള്ള ആളുകൾ അതിൽ കൃത്യമായി നോക്കിയപ്പോൾ എനിക്കൊരു മോളാണുള്ളത്. തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് താങ്കൾ ഉദാഹരിച്ച ഉദാഹരണം ഇവിടെ ചേരുന്നില്ല. അങ്ങനെ നല്ല ബന്ധമുള്ള അധ്യാപകരും വിദ്യാർത്ഥികളുമുണ്ട്. ഇപ്പോഴും തന്നെ കാണാൻ വരുന്ന വിദ്യാർത്ഥികളെ, പഴയ പൂർവ്വ വിദ്യാർത്ഥികളെ അനുസ്മരിച്ച് അഭിമാനം കൊള്ളുന്ന അധ്യാപകർ നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെ ഇന്ന് വായിച്ച ഒരു വാർത്തയാണ്, അധ്യാപകൻ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി വിദ്യാർത്ഥിയെ എന്ന വാർത്തയും നമ്മൾ ഇന്ന് വായിക്കുന്നുണ്ട്. എല്ലാം നടക്കുന്നുണ്ട് ഇവിടെ. താങ്കൾ ഏത് കാലത്താണ് സംസാരിക്കുന്നത്? ഏത് കാലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അല്ലല്ല, അങ്ങനെ സ്മൃതി അതിനെ കാണണ്ട. ഏത് തെമ്മാടിത്തരങ്ങളാണ്. അത് പഴയ കാലത്തുണ്ട്, അതിൻ്റെ പുരാതന കാലത്തുണ്ട്, ഇപ്പോഴത്തെ കാലഘട്ടത്തിലുണ്ട്, വർത്തമാന കാലഘട്ടത്തിലൊക്കെ ഈ തെമ്മാടിത്തരങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് പരിപൂർണമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നുമല്ല, നമ്മൾ അവരെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതുമാണ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ, അനാവശ്യമായ വിഷയങ്ങൾ, അത് ജാതീയമായി, മതപരമായി, വർഗപരമായിട്ട്, രാഷ്ട്രീയപരമായിട്ട് അതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ചർച്ച നയിക്കുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ദിവസത്തെ ചർച്ചയായിരിക്കും. പക്ഷെ അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് എന്ന് പറയപ്പെടുന്ന ജാതീയമായിട്ടുള്ള വർഗീയമായിട്ട് നിലനിൽക്കാത്ത കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കിക്കോ, ഇപ്പൊ പഴയ ജാതീയതയൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരില്ല. അതൊന്നും ഇല്ലെന്ന് വെറുതെ ഉണ്ടാക്കുന്ന പറയാൻ പറ്റും. ഈ സംസ്കൃതി എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമായിട്ടാണ് നിങ്ങളിപ്പോൾ അതിനെ വിവക്ഷിക്കുന്നത്. ഇവിടെ ക്രൈസ്തവരുണ്ട്, ഇവിടെ മുസ്ലിങ്ങളുണ്ട്. ഇവരൊക്കെ ഈ പാദപൂജയ്ക്ക് അംഗീകരിക്കും. ഒരു അധ്യാപകൻ, ക്രിസ്ത്യാനിയായ അധ്യാപകനും മുസ്ലിമായ അധ്യാപകനൊക്കെ പാദപൂജ ചെയ്യാൻ അങ്ങനെ നിന്ന് കൊടുക്കുമെന്ന് കരുതുന്നുണ്ടോ? അപ്പോൾ നിങ്ങളിവിടെ ഒരു വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് പുതുതായിട്ട്. ഇതാണ് ഇനി വേണ്ടത്, ഇങ്ങനെയാണ് ഗുരുപൂജ വേണ്ടത്, കാല് കഴുകലാണ്, കാലിൽ ചന്ദനം തേക്കലാണ്. എനിക്ക് ശ്രുതി അറിയാത്ത ആളൊന്നുമല്ല, നല്ല ബോധ്യവും വിവരവുമുള്ള ആൾ തന്നെയാണ് ശ്രുതിഭായ്. എനിക്ക് ചിരി വരുന്നത് എന്താ വെച്ചാൽ, ഇത് ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. ഭാരതത്തിനൊരു സംസ്കാരമുണ്ട് സ്മൃതി, അത് ഏത് സംസ്കാരമാണെന്ന് ശ്രുതിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതിൻ്റെ പുറകിൽ അവിടെ നിന്ന് നമ്മൾ ആചരിച്ചു പോകുന്നത് നിരവധി കാര്യങ്ങളുണ്ട്. അത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വലിയ വിശാലമായ സംസ്കാരമുള്ള ഒരു രാജ്യമാണ് എന്നുള്ള ബോധ്യമെങ്കിലും ബഹുമാന്യയായിട്ടുള്ള ഉണ്ടാകണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, സമരം നടന്നിട്ടുണ്ടാവാം, വിപ്ലവം നടന്നിട്ടുണ്ടാവാം, ചാതുർവർണ്ണ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ജാതീയത ഉണ്ടായിട്ടുണ്ടെന്നേ, ജാതീയത ഉണ്ടായിട്ടുണ്ട്, അതിനെതിരെ സനാതനധർമ്മം സ്കൂളുകളിൽ പഠിപ്പിക്കണമെന്ന് പറയുന്ന ഗവർണറാണ് ഇവിടെയുള്ളത്. എന്റെ സ്മൃതിയെ നിങ്ങളിതിൽ ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഇതിനകത്ത് ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ എല്ലാവിധ തരത്തിലുള്ള പ്രയാസങ്ങളുള്ള സമയത്ത് അതിനെതിരെ കൃത്യമായിട്ട് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിലിടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇന്നലെ നിങ്ങൾ തനക്ക് സ്മൃതി തുറക്കാൻ പറഞ്ഞു, പഞ്ചമിയുടെ കൈ പിടിച്ചു പോയി, അത് സ്വാഭാവികമായിട്ടൊരു മുന്നേറ്റമായിരുന്നു.
അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ആ ജാതീയ വ്യവസ്ഥ ഉണ്ടായിട്ടുണ്ട്, ആ വ്യവസ്ഥയിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പ്രയാസങ്ങളൊക്കെ പരിഗണിച്ച് അല്ലെങ്കിൽ മാറിക്കൊണ്ട് മുന്നേറ്റത്തിൽ ജാതിയും മതമോ വർഗമോ ഒന്നും നോക്കാതെ ഒരുമിച്ചിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ജാതീയത ഓർമ്മിച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന കാര്യമെന്നൊക്കെ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയത്തിന്റെ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളിൽ ആരൊക്കെ പെടുമെന്നുള്ളതാണ് പ്രശ്നം. ഞാൻ ശ്രീ പ്രേമചന്ദ്രനിലേക്ക് ചോദിക്കട്ടെ. സ്മൃതി ഇടതുപക്ഷത്തിന്റെ നവോത്ഥാനം വാക്കുകളിൽ മാത്രം പറയുന്ന കുഞ്ഞിക്കണ്ണൻ, അതേപോലെ തന്നെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് മതം മാത്രം മതി എന്നും മതവാദവും ഭരണഘടന വേണ്ട മതരാഷ്ട്രം മതി എന്ന് വാശിക്കുന്ന ജമാഅത്തയോട് കേട്ടിപ്പിടിച്ച് നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇത്യാദി ആളുകൾക്കൊക്കെ കൂടി ഇതിനൊക്കെ ഒരു സംഘപരിവാർ അജണ്ടയാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഈ ഒരു 4 മാസം ഈ അഭ്യാസം നടക്കും. കാരണം വരാൻ പോവാണ് എന്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞ് നിയമസഭ ജാതി പറഞ്ഞ് മതം കുത്തിത്തിരിപ്പിച്ച് മതരാഷ്ട്രം RSS നിങ്ങളെ വെറുതെ എന്റെ സ്മൃതി നിങ്ങൾ ജമാഅത്തയെ വെള്ളപൂശാൻ നോക്കണ്ട, ജമാഅത്തയെ വെള്ളപൂശാൻ നോക്കണ്ട. ഇവിടെ ഒരു കാരണവശാലും ഭരണഘടന അംഗീകരിക്കില്ല എന്നും അവരുടെ മതരാഷ്ട്രമാണ് വേണ്ടത് എന്നും വൃത്തിയായി വാദിക്കുന്ന വിഭാഗത്തെ തോളത്തിട്ട് നടക്കുന്ന കോൺഗ്രസിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ BJPയോട് നിങ്ങൾ ചോദിക്കാൻ വരണ്ട. നിങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങളുടെ പുറകെ മാത്രം ചില അജണ്ട വെച്ച് മുന്നോട്ട് പോകണ്ട. BJPയോട് ഒരു പ്രയാസമില്ല. BJPയെ പോലെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ സംഘടന കോൺഗ്രസ് അല്ല സർ, BJP തന്നെയാണ്. നിങ്ങളുടെ ഭൂരിപക്ഷ നിലപാട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കല്ലേ ശ്രീ പ്രേമേന്ദ്രൻ? ഈ കാല് കഴുകൽ പൂജ നടന്ന സ്കൂളുകൾ കാസർഗോഡുണ്ട്, മാവേലിക്കരയിലുണ്ട്. കാസർഗോഡ് ബന്തടക്കിയ സരസ്വതി വിദ്യാലയം, മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂൾ, തൃക്കരിപ്പൂരിൽ ശ്രീചക്രപാണി വിദ്യാമന്ദിരത്തിൽ, ഇവിടേക്കാണ് ഈ കാൽ കഴുകൽ പരിപാടികൾ നടന്നിരിക്കുന്നത്. ഇത് ഒരു സാധാരണ പരിപാടിയല്ലേ? ഇതിലിപ്പോൾ വിവാദമാക്കാൻ എന്തുണ്ട് എന്നാണ് ഇപ്പോൾ BJP പ്രതിനിധി ചോദിക്കുന്നത്, ഉല്ലാസ് ബാബു ചോദിക്കുന്നത്. ഇതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് കാലങ്ങളായി സ്കൂളുകളിൽ നടന്നു പോകുന്നൊരു കാര്യമാണോ, അതോ ഇപ്പോൾ കുറച്ച് കാലമായി നടത്താൻ ബോധപൂർവം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നടത്താൻ ആലോചിച്ച് നടപ്പാക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാണോ? തീർച്ചയായിട്ടും ഇത് വളരെ ബോധപൂർവമായിട്ട് നടത്തുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ വളരെ എത്ര നിഷ്കളങ്കമായിട്ടാണ് നമുക്ക് അധ്യാപകരോടുള്ള ബഹുമാനത്തിൻ്റെ ആദരവിൻ്റെ ഒക്കെ ചിഹ്നമായിട്ട് ഈ കാല് കഴുകിയിട്ട് ഈ ചന്ദനം പൂശുന്ന ഈ പാദപൂജ പരിപാടിയെ ഇവിടെ സമീകരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കതിനകത്തുള്ള ഒരു അതിഭീകരമായിട്ടുള്ള ഈ സാംസ്കാരികമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പ്രത്യേക സംസ്കാരത്തിൽ, ഇപ്പോൾ സംസ്കാരവും ഭാരതീയ സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ തികച്ചും നേരത്തെ പറഞ്ഞതുപോലെ ബ്രാഹ്മണിക്കലായിട്ടുള്ള ഹൈന്ദവ ആചാരങ്ങളെയാണ്. ഇത് എഴുന്നള്ളിച്ചുകൊണ്ട് ഇതൊന്ന് ആചാരം എന്ന് പറയാൻ ഇത് എത്ര കാലം എവിടെ നടന്നു? ഇതൊക്കെ ചരിത്രമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പുരാണ സംസ്കൃതിയിൽ നിന്നോ അല്ലെങ്കിൽ വൈദിക സംസ്കൃതിയിൽ നിന്നോ ചില ഘടകങ്ങളെ നുള്ളിയെടുത്ത് കൊണ്ടുവരികയാണ് ഈ പാദപൂജ എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ മാതൃപൂജ, പിതൃപൂജ എന്നൊക്കെ പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ വിദ്യാഭ്യാസ മേഖലയിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള കാര്യം. ഇതൊക്കെ ഏതെങ്കിലും ക്ഷേത്രത്തിലോ ഏതെങ്കിലും മറ്റ് ഇടങ്ങളിലോ അവരുടെ നേരത്തെ പറഞ്ഞതുപോലെ കെട്ടി കുഞ്ഞിക്കണ്ണം പറഞ്ഞ പോലെ ഏതെങ്കിലും ശാഖയിലോ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കാണ് പ്രശ്നമുള്ളത്? ഇത് കേരളത്തിലെ വിദ്യാലയങ്ങളിലാണ് നടക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങിയാൽ അത് അവിടെ നിൽക്കില്ല എന്ന് നമുക്കെല്ലാം അറിയാം. ഇത് വളരെ ബോധപൂർവമാണ്. അപ്പോൾ ഇത് 1-2 സ്ഥലങ്ങളിൽ ഇത് ആദ്യം ഉണ്ടാവുന്നു, ഇത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള അനവധി ചെറിയ സംഗതികൾ ഉണ്ടാവുന്നു. എന്നാൽ എന്നിട്ട് ഇതിൻ്റെ പൊതുസമൂഹത്തിൽ ഇതിൻ്റെ ചർച്ചകൾ ചെയ്യുന്നു. അപ്പോൾ ആളുകൾ, നമ്മൾ കുടുംബ ഗ്രൂപ്പുകളിൽ അടക്കം ആളുകൾ ചോദിക്കുന്നു, അതുകൊണ്ട് ഇപ്പം എന്താ തെറ്റ്? ഗുരുവിൻ്റെ പാദം തൊട്ടാൽ എന്താ തെറ്റ്? വളരെ നിഷ്കളങ്കമായിട്ട് ഈ പറയുന്ന ഹൈന്ദവ അല്ലെങ്കിൽ ആശയങ്ങളെ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു കാര്യം കൂടി ഒഴിവാക്കുന്നുണ്ട്. അതിനെ എതിർക്കുന്നവർ അധ്യാപകരോട് ആദരവില്ലാത്തവരാണ്, ബഹുമാനമില്ലാത്തവരാണ്. തീർച്ചയായും. മാത്രമല്ല ഇതിനെ എതിർക്കുന്ന അധ്യാപക വൃത്തിക്ക് യോഗ്യരല്ലാത്ത ആളുകളായി ചിത്രീകരിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ അധ്യാപനത്തെ സംബന്ധിച്ച്, വിദ്യാലയത്തെ സംബന്ധിച്ച്, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് മാറിയ ആധുനികമായിട്ടുള്ള കാഴ്ചപ്പാടുമായിട്ട് യാതൊരു തരത്തിലും സമരസപ്പെടാൻ തയ്യാറല്ലാത്ത മനുഷ്യരാണ് ഇതിനു വേണ്ടി വാദിക്കുന്നത് നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് ആരാണ് അധ്യാപകൻ? പുതിയ കാലത്ത് അധ്യാപകൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഭയഭക്തി ബഹുമാനം എന്ന വാക്കുകൊണ്ടാണ് നമ്മൾ അധ്യാപകരെ വിശേഷിപ്പിച്ചിരുന്നത്. അതിൽ നിന്ന് നമ്മളിന്ന് മാറുന്നു. ഇവിടെ ഭയവും ഭക്തിയുമല്ല, ഭക്തി എന്ന് നമ്മൾ ഭയപ്പെടുത്തുന്ന സാധനമാണിത്.
അതുകൊണ്ടാണ് ഇത് ഈ കുട്ടികളെല്ലാം വളരെ നേരത്തെ പറഞ്ഞ പോലെ വളരെ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ലല്ലോ. ഇതൊരു വലിയ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ പരിപാടിയായി അതിഥികളൊക്കെ വന്ന് അതിനകത്ത് വരുന്ന അധ്യാപകരല്ലാത്ത ആളുകൾ, RSSന്റെ നേതാക്കളടക്കം അവിടെ കയറിയിരിക്കുന്നതായിട്ടാണ് പത്രവാർത്തകൾ വരുന്നത്. അപ്പോൾ ആ നിലയിൽ വലിയ പരിപാടിയായിട്ട് ഇത് സംഘടിപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. ഇത് സ്കൂളുകളിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ബോധപൂർവം ഉണ്ടാക്കപ്പെടുന്ന വളരെ സ്വാഭാവികമോ നിഷ്കളങ്കവുമായ ഒന്നല്ലേ അല്ല ഇത്. മാത്രമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് മേൽ വിദ്യാഭ്യാസ വകുപ്പ്, അത് കേന്ദ്രമാകട്ടെ കേരളമാകട്ടെ, ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വലിയ നിയന്ത്രണത്തിൻ്റെ കൂടി തെളിവാണ്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന പേരിൽ നമ്മൾ എന്താണ് ഇതിങ്ങനെ ജാതി മത അല്ലെങ്കിൽ സമുദായ തിരിച്ചിട്ടുള്ള ഈ പഠിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ ഇന്ന് പലപ്പോഴും ഈ CBSE സ്കൂളുകൾ അല്ലെങ്കിൽ കേന്ദ്ര സ്കൂളുകൾ എന്നൊക്കെ പറയുന്ന സ്കൂളുകളിൽ നടക്കുന്നത് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം തിരിച്ചറിയാനുള്ള സന്ദർഭമായിട്ടാണ് ഒരു അധ്യാപകർ എന്ന നിലയിൽ ഞാനിതിനെ കാണുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും മഹത്വവൽക്കരിക്കുന്നു. ഇപ്പോൾ തന്നെ കീമിൻ്റെ ചർച്ചയൊക്കെ നടക്കുന്ന സമയത്തായതുകൊണ്ട് CBSE സ്കൂളുകളുടെ മഹത്വവൽക്കരിക്കുക അവിടെ ഭയങ്കരമായ സംഭവമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ജാതി അവിടെ എന്തും നടത്താം, അവർക്ക് പാദപൂജ നടത്താം, വേറെ എന്തെങ്കിലും മോറൽ ക്ലാസ് എന്ന പേരിൽ വലിയ വൈദിക പഠനങ്ങൾ നടത്താം, മതപ്രബോധനങ്ങൾ നടത്താം, കുട്ടികൾ അതിലൂടെ കടത്തിവിടാം. ഇത് മറിച്ച് ഒരു പൊതുവിദ്യാലയത്തിൽ എന്താണ് നടക്കുന്നത്? ഇതൊരു പൊതുവിദ്യാലയത്തിലാണ് നടന്നതെങ്കിലോ കേരളത്തിലൊരു പൊതുവിദ്യാലയങ്ങൾ ഇങ്ങനെ നടക്കുമെന്ന് നമ്മൾ തോന്നുന്നുണ്ടോ? അത് നേരത്തെ പറഞ്ഞതുപോലെ കെ.ടി. കുഞ്ഞിക്കണ്ണനൊക്കെ പറഞ്ഞതുപോലെ അത് വിമോചനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് ഉയർന്നു വന്നതാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ. ആ പൊതുവിദ്യാലയങ്ങളുടെ ശക്തിയാണ് മറ്റൊരു ഭാഗത്ത് ഇത്തരത്തിലുള്ള പൗരാണികമായ അനാചാരങ്ങൾ, ഈ അനാചാരങ്ങളെ മറികടന്നിട്ടാണ് മനുഷ്യനായിട്ടുള്ളത്. ഇപ്പം നമ്മൾ തൊട്ടടുത്ത് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ചേർന്ന് മടൈ സ്നാനം, എച്ചിലിൽ ആൾ ഉരുളുന്നു, ഇത്തരത്തിലുള്ള ആചാരങ്ങളാണ് കൊണ്ടുപോയിട്ട്. ഞാൻ സത്യത്തിൽ ആലോചിച്ച് നോക്കി, പണ്ട് പഠിക്കുന്ന കാലത്ത് ഒരു കഥ കേട്ടിട്ടുണ്ട്. അതായത് ഗുരുവിനെ തന്നെ ശിക്ഷിക്കുന്ന ഒരു വിദ്യാർത്ഥി തൻ്റെ ഗുരുവിനെ ഇങ്ങനെ വധിക്കണം, ഭയങ്കരമായിട്ട് ശിക്ഷിക്കുന്ന ഒരു വിദ്യാർത്ഥി വിചാരിച്ചു. അപ്പോൾ പിന്നെയാണ് ഗുരുവിൻ്റെ സ്നേഹം മനസ്സിലായപ്പോൾ അയാൾ ഗുരുവിനോട് ചോദിച്ചു, എന്താണ് ഈ ഗുരു നിന്ദക്ക് ശിക്ഷക്ക് അങ്ങനെ ചെയ്താൽ എന്താണ് ശിക്ഷ എന്ന് ചോദിച്ചപ്പോൾ ഉമിത്തിയിൽ നീറണം. അങ്ങനെ ഉമിത്തിയിൽ നീറിയ ശിഷ്യനെ കുറിച്ചുള്ള അപദാനങ്ങളാണ് ഇവിടെ നമ്മൾ പുനരന്വയിക്കേണ്ടത്. ഇത്തരത്തിലുള്ള സംഗതികൾ യഥാർത്ഥത്തിൽ അധ്യാപകൻ പുതിയ കാലത്ത് അവൻ്റെ സഹപഠിതാവാണ്, ജനാധിപത്യവാദിയാണ്. ഒരു തരത്തിലുള്ള യഥാർത്ഥത്തിൽ ഓരോ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഓരോ കാലത്തെ ഭരണകൂട വ്യവസ്ഥയുടെ ചെറിയ രൂപങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഫ്യൂഡൽ കാലഘട്ടത്തിൽ ഗുരുവിനെ പൂജിക്കുകയോ ബഹുമാനിക്കുകയോ ഭയം, അനുഗ്രഹിക്കുക അല്ലെങ്കിൽ നിഗ്രഹിക്കുക ഈ ശക്തിയുള്ളതാണല്ലോ. നമുക്കറിയാമല്ലോ, പുരാണത്തിൽ ഈ കഥ മാത്രമല്ലല്ലോ ഉള്ളത്. ദ്രോണരുടെ കഥയിലും അശ്വത്ഥാമാവിൻ്റെ കഥയിലും ഒക്കെ നമുക്ക് കാണാവുന്ന, അഭിമന്യുവിൻ്റെ കഥയിൽ നമുക്ക് കാണാവുന്നത് എന്താണ്? ഒരു ശൂദ്രൻ വേദം പഠിച്ചാൽ അവൻ്റെ തലയിൽ ഈയമുരുക്കി എഴുക്കണം, അവൻ വിദ്യ അഭ്യസിച്ചാൽ അവൻ്റെ പെരുവിരൽ അറുത്തുമാറ്റണം എന്ന് പറയുന്ന കാര്യങ്ങളുള്ള ഒരു വൈദികമായിട്ടുള്ള ഒരു കൾച്ചറിൻ്റെ കുറേ ഘടകങ്ങൾ എടുത്തിട്ട് നമ്മുടെ ഒരിക്കലും ഇത് യോജിക്കാത്ത ആധുനിക കാലത്തേക്ക് കൊണ്ടുവരികയും അതിനെ വളരെ നിഷ്കളങ്കമായിട്ട് അവതരിപ്പിക്കുകയുമാണ് ഇവിടെ ചെയ്തത്. മാത്രമല്ല ഇതിന് സമൂഹത്തിൽ ഇത് ഒരു സംഭവം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, ഇത് ഇന്ന് എല്ലാ വീടുകളിലും എത്തുന്നു, എല്ലാ നാടുകളിലും എത്തുന്നു, ആളുകളിലേക്ക് ഇത് വ്യാപിക്കുകയാണ് ചെയ്യുന്നത്, ഈ ചർച്ച വ്യാപിക്കുന്നു. അപ്പോൾ ഇത് വളരെ നിഷ്കളങ്കമായി അവതരിപ്പിക്കുന്ന ഇതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഫാസിസത്തിൻ്റെ വിഷവിത്തുകൾ, വിഭജനത്തിൻ്റെ, യഥാർത്ഥത്തിൽ പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഉൾക്കൊള്ളലിൻ്റെ ഒരു സ്ഥലമാണ്, മറ്റത് വിഭജനത്തിൻ്റെതാണ്. ഓരോന്നും വിഭജിക്കുകയാണ്. നീ ഇന്ന മതം, ഇന്ന ജാതി എന്ന് വിഭജിക്കുന്നതിൻ്റെ പ്രത്യയശാസ്ത്രമാണ് മറ്റേത്. അതിനാണ് ഇപ്പോൾ ഇവിടെ പ്രാധാന്യം. യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളലിൻ്റെ ഈ പുതിയ മൂല്യങ്ങളുടെ, മനോഭാവങ്ങളുടെ, ഈ പൊതുവിദ്യാലയങ്ങളുടെ ശ്രേഷ്ഠതയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ വ്യക്തമാകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ഇതിൽ എന്ത് ചെയ്യാനാവും സർക്കാരുകൾക്ക്, സർക്കാർ എന്ന രൂപത്തിൽ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ദിനുവെയിൽ പറയും ഇടവേളയ്ക്ക് ശേഷം. ദിനുവെയിൽ, ഇതിനൊക്കെ അതിന്റെ സ്വാഭാവികതയിലെടുത്താൽ പോരെ? ഇതത്ര ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണോ? അധ്യാപകരെ ഒന്ന് ബഹുമാനിച്ചിട്ടല്ലേ ഉള്ളൂ എന്ന വാദത്തെ എങ്ങനെ കാണുന്നു? ഞാനൊരു പക്ഷേ ഗുരുതുല്യമായി, ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലയിൽ ഗുരുതുല്യമായി കാണുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നത് RSS BJPക്കാർക്ക് ഏറ്റവും അലർജിയുള്ള ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഞാൻ ഇന്ന് ഇരുന്ന് ഇന്ത്യൻ ഭരണഘടന ഒന്ന് അരിച്ചു പറക്കുകയായിരുന്നു, ഗവർണറുടെ അധികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആർട്ടിക്കിൾ 153 മുതൽ 162 വരെ പരിശോധിച്ചു. ലെജിസ്ലേറ്റീവ് ഗവർണറുടെ പവർ പറയുന്ന 163 മുതൽ 213 വരെ പരിശോധിച്ചു. ജുഡീഷ്യൽ പവേഴ്സ് ഗവർണറുടെ പറയുന്ന 233 മുതൽ 237 വരെ പരിശോധിച്ചു. പക്ഷെ കഷ്ടകാലത്തിന് അതിലൊന്നും തന്നെ ഭാരതീയ സംസ്കാരം എന്താണ് നിർവചിക്കുക എന്നൊരു ഡ്യൂട്ടി ഗവർണറുടേതായിട്ട് ഇന്ത്യൻ ഭരണഘടന പറയുന്നില്ല.
അപ്പോൾ എവിടുന്നാണ് ഈ കക്ഷിക്ക് ഭാരതീയ സംസ്കാരത്തെ നിർവചിക്കാനുള്ള ഉത്തരവാദിത്തം, അമിത ഉത്തരവാദിത്തം ഇപ്പം കിട്ടിയതെന്ന് ഞാൻ പരിശോധിക്കുന്ന സമയത്ത് അത് കൃത്യമായി കിട്ടിയിട്ടുള്ളത് തന്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും മനുസ്മൃതിയിൽ നിന്നുമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. നോക്കൂ, ഇത് കേവലമായി പുതിയതായി കൊണ്ടുവന്ന ഒരു ആചാരമൊന്നുമല്ല. ഇതിന് കൃത്യമായി ബ്രാഹ്മണിക് ആയിട്ടുള്ള ഒരു ആചാരമാണ് കാല് കഴുകുക എന്ന് പറയുന്നത്. അയിത്തം മാറുന്നതിന് ബ്രാഹ്മണരുടെ കാൽ കഴുകുക എന്ന് പറയുന്ന കാൽ കഴുകി ചൂട്ട് എന്ന് പറഞ്ഞ ചടങ്ങുമായി ഇതിന് ബന്ധമുണ്ട്. രാമായണം പരിശോധിച്ചു കഴിഞ്ഞാൽ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ പറയുന്നു, ബ്രാഹ്മണന്റെ കാലിലെ പൊടി ഹൃദയം ശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്നു. ദളിതനും ആദിവാസികളും OBC വിഭാഗങ്ങളും അടങ്ങുന്ന മനുഷ്യരെയും സ്ത്രീകളെയും ഒരിക്കലും കടത്താത്ത ഗുരുകുല സമ്പ്രദായത്തിൻ്റെ ബ്രാഹ്മണിക് പാരമ്പര്യത്തിൽ ഊന്നിക്കൊണ്ടാണ് കാൽ കഴുകുക എന്നത് മഹത്വരമായൊരു സംവിധാനമാണെന്ന രീതിയിലുള്ള ഒരു ആചാരം വന്നിട്ടുള്ളത്. അപ്പം അർലേക്കർ പറയുന്ന ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഇന്ത്യ ആസ് എ ഭാരത് എന്ന് പറയുന്ന ഭരണഘടനയിലെ ഭാരതീയ സംസ്കാരമല്ല, മറിച്ച് ബ്രാഹ്മണ്യം പൂണ്ടിട്ടുള്ള മോഹൻ ഭാഗവത്തിൻ്റെയും മോദിയുടെയും കയ്യിലെ പപ്പറ്റായി നിന്നുകൊണ്ടാണ് ഇവിടുത്തെ ഗവർണർ വളരെ കൃത്യമായി കൊണ്ട് ബ്രാഹ്മണിക് സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ പൂണൂൽ ധരിച്ച ഒരാളെ മുന്നിൽ കണ്ടപ്പോൾ പറഞ്ഞൊരു വാക്യമുണ്ട്, പോയതെല്ലാം ഇങ്ങനെയാണെങ്കിൽ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത്. പോയതെല്ലാം തിരിച്ചു വരാതിരിക്കാൻ, പോയ കാലത്തെ കാൽക്കഴുകൽ അടക്കമുള്ള ബ്രാഹ്മണിക് രീതികൾ തിരിച്ചു വരാതിരിക്കാനാണ് ശക്തമായൊരു ഭരണഘടന നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. പോയതിനെ തിരിച്ചു കൊണ്ടുവരാനാണ് വളരെ കൃത്യമായി ഇവിടെ ഗവർണർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. നോക്കൂ, ഈ ബ്രാഹ്മണിക് വ്യവസ്ഥ, അതായത് കാല് കഴുകുന്നത് ഉത്തമമാണെന്ന് പറയുന്ന ബ്രാഹ്മണിക് വ്യവസ്ഥ എന്താണ് ഈ നാട്ടിലെ അടിസ്ഥാന വിഭാഗം ജനതയോട് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ നോക്കണം. ഊരൂട്ടമ്പലം സ്കൂൾ രാത്രിക്ക് രാത്രി കത്തിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ഈ അർലേക്കർ പറയുന്ന ആർഷഭാരതീയമായിട്ടുള്ള ബ്രാഹ്മണ്യ വ്യവസ്ഥ കാരണമാണ് രാത്രിക്ക് രാത്രി ഊരൂട്ടമ്പലം സ്കൂൾ കത്തിച്ചത്. പുല്ലാട് സ്കൂളിലേക്ക് പോകേണ്ടി വന്ന സമയത്ത് ഈ പറയുന്ന ദളിത് ആദിവാസി സമുദായത്തിലെ 5 കുട്ടികൾ സ്കൂളിൽ കയറാൻ പോകുമ്പോൾ ചേലക്കാമ്പിലെ അഭ്യാസികളാണ് മര ഉരൽ ചുഴറ്റി നടക്കേണ്ടി വന്നത്. അവർക്ക് പിന്നാലെ അരിവാൾ പിടിച്ചുകൊണ്ടാണ് അമ്മമാർക്ക് നടക്കേണ്ടി വന്നത്. അവരെ ഓടിച്ചു വിട്ട് സ്കൂളും കത്തിച്ച് വൈക്കൂൽ കൂനയിലാണ് അന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഒളിച്ചിരിക്കേണ്ടി വന്നത്. അതെന്തുകൊണ്ടാണെന്ന് അറിയോ? ഇവർ പറയുന്ന ഈ കാൽ കഴുകൽ എന്ന് പറയുന്ന ആചാരമുണ്ടല്ലോ, ഇതേ ആചാരം വരുന്ന ബ്രാഹ്മണിക് വ്യവസ്ഥയാണ് ഞങ്ങളെ അങ്ങനെ ഓടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നത്. നോക്കൂ, പൊയ്കയിലപ്പച്ചൻ്റെ കാലഘട്ടത്തിൽ ഈ പറയുന്ന വെങ്ങളത്ത് കുന്നിൽ ഓരോ വീട്ടിൽ നിന്നും ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിട്ടാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഇവിടെ വളർത്തിയിട്ടുള്ളത്. അമര എന്ന് പറയുന്ന സ്ഥലത്ത് സ്കൂൾ ഉണ്ടാക്കാൻ വേണ്ടി സാമ്പ്യ പോലുള്ള എസ്റ്റേറ്റുകൾക്കകത്ത് ഊഴിയ വേല ചെയ്ത് നഖമടക്കം പിഴുതുപോയിട്ടാണ് ഈ നാട്ടിൽ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം പൊയ്കയിൽ അപ്പച്ചനടക്കമുള്ള ആളുകൾ ഉണ്ടായത്. അന്നത്തെ ഒരു പാട്ടുണ്ട്, കാനക്കുഴിയിലെ വെള്ളം കുടിക്കാനില്ലാഞ്ഞിട്ട് കാനക്കുഴിയിലെ വെള്ളം കുടിച്ചെൻ്റെ തൊണ്ട പഴുത്തുപോയേ എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ നാട്ടിലെ മനുഷ്യർ ബ്രാഹ്മണ്യത്തോട് നിരന്തരം കലഹിച്ചിട്ടാണ് കേരളത്തിനകത്ത് ഒരു പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അക്കാലത്ത് മൊത്തം ഞങ്ങൾ പള്ളിക്കൂടത്തിൽ കയറണ്ട എന്ന് പറഞ്ഞത് ഇതേ ബ്രാഹ്മണ്യ വ്യവസ്ഥയുടെ ആളുകളായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായത് പോയതിനെയെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ അർലേക്കർ അടക്കമുള്ള ആളുകൾ ശ്രമിക്കുന്ന സമയത്ത് കൃത്യമായി കൊണ്ട് ഈ നാട്ടിലെ നവോത്ഥാന പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർ അടിയുറച്ച് തന്നെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ആരുടെയും കാല് കഴുകിയല്ല വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കയറിയത്, മറിച്ച് പൂജിച്ചല്ല പൊരുതിയാണ് അക്ഷരങ്ങൾ നേടിയത് എന്ന് തന്നെയാണ് ഉറച്ചു പറയാനുള്ളത്. ഞങ്ങളെ ഡോക്ടർ BR അംബേദ്കർ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു മനുഷ്യന്റെ മുന്നിൽ കുനിഞ്ഞു നിൽക്കണമെന്ന്. കാൽ കഴുകൽ എന്നൊരു ചടങ്ങായി പല ഘട്ടങ്ങളിലും പല രൂപത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമാണ് നരേന്ദ്രമോദി ചെയ്തതാണ്. പക്ഷേ നരേന്ദ്രമോദി കാല് കഴുകിയ സംഭവം എന്നുള്ളത് സാനിറ്ററി തൊഴിലാളികളുടെ കാലുകൾ അദ്ദേഹം കഴുകുന്നു. അതൊരു പ്രതീകാത്മക നടപടിയായിട്ടാണ് അതിനെ വിലയിരുത്തുന്നത്. അതേപോലെ തന്നെ പുരോഹിതന്മാർ അൽമായയുടെ കാൽപാദങ്ങൾ കഴുകുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ അതിനെ ഇതുമായി ഒരു താരതമ്യം ചെയ്യാൻ പറ്റുമോ? അതും ഒരു ചടങ്ങാണ്, അതും കാലങ്ങളായി നടന്നു പോകുന്ന ചില കാര്യങ്ങളുടെ തുടർച്ചയായി ഇപ്പോൾ സാനിറ്ററി തൊഴിലാളികളുടെ കാലുകൾ കഴുകുക എന്ന് വെച്ചാൽ അതൊരു പ്രതീകാത്മകമായി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? നോക്കൂ, ഇവിടെ മാനുവൽ സ്കാവഞ്ചേഴ്സിന്റെ കാല് കഴുകിയിട്ട് ഇന്ത്യക്കകത്ത് ഈ പറയുന്ന അരുന്ധതിയാർ അടക്കമുള്ള കമ്മ്യൂണിറ്റിയിലെ ആളുകൾ മാൻ ഹോളുകളിൽ വീണ് കൊല ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിലാണ്, സ്റ്റേറ്റ് തന്നെ മർഡർ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് കാല് കഴുകിക്കൊണ്ട് പ്രതീകാത്മകത കാൽ കഴുകൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്തോ ആത്മീയപരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പലപ്പോഴും കണക്കാക്കുന്നത്. പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടത്തിൽ, ആധുനിക പൗരനെ ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ ഒരു കാര്യത്തിലും ഒരു മനുഷ്യൻ്റെ കാലിൽ
വീഴരുതെന്നും ഒരു മനുഷ്യന്റെ കാലിലല്ല സ്വർഗം ഇരിക്കുന്നത് എന്ന് പഠിപ്പിക്കലാണ് ഒരു പക്ഷേ ആധുനിക വിദ്യാഭ്യാസം നമുക്ക് നൽകിയിട്ടുള്ളത്. ഇവിടെ ആരെങ്കിലും മഹാഗുരുക്കന്മാരായി ഞങ്ങൾ കാണുന്നത് ഡോക്ടർ BR അംബേദ്കറിനെയും സാവിത്രിബായി ഫൂലെയും ഫാത്തിമ ഷെയ്ഖിനെയും ജ്യോതിബായി ഫൂലെയും അടക്കമുള്ള മനുഷ്യരെയാണ്. ഈ മഹാഗുരുക്കളൊന്നും ഞങ്ങളോട് ഒരു കാലത്തും കാലിൽ വീഴാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ ഞങ്ങളുടെ എതിർസ്ഥാനത്ത് നിന്നിട്ടുള്ള, ഞങ്ങളുടെ പള്ളിക്കൂടം നിഷേധിച്ചിട്ടുള്ള, ഞങ്ങളുടെ പള്ളിക്കൂടങ്ങൾക്ക് തീ വെച്ചിട്ടുള്ള തന്ത്രഗ്രന്ഥങ്ങളും മനുസ്മൃതി അടക്കമുള്ള ഗ്രന്ഥങ്ങളാണ് ഇവിടെ കാല് കഴുകാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇതിന് ഞങ്ങൾ ഒരുക്കമല്ല. ഇവരെന്തോ ചെയ്തോട്ടെ, ഇവരുടെ വിശ്വാസപ്രകാരം ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാല് കഴുകിയോ, കാല് കഴുകിയ വെള്ളം കുടിക്കുകയോ, ഗോമൂത്രം കുടിക്കുകയോ എന്ത് വേണമെങ്കിലും ഇവർ ചെയ്തോട്ടെ. ഇതനുസരിക്കാൻ തൽക്കാലം ഞങ്ങൾക്കാർക്കും സൗകര്യമില്ലെന്നേ. ഈ പൊതു പള്ളിക്കൂടത്തിനകത്തും മറ്റ് പള്ളിക്കൂടത്തിനകത്തും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ ആധുനിക പൗരർ എന്ന നിലയിൽ, ശാസ്ത്രബോധം വളർത്തേണ്ട വിദ്യാർത്ഥികൾ എന്ന നിലയിൽ അവർ ഒരു രീതിയിലും കാല് കഴുകേണ്ട ഉത്തരവാദിത്തം ഇവിടെ ഒരു വിദ്യാർത്ഥിക്കുമില്ല. അങ്ങനെയല്ല അധ്യാപക വിദ്യാർത്ഥി ബന്ധം പോകേണ്ടത്. വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള, ക്രിറ്റിക്കൽ ആയിട്ടുള്ള എൻഗേജ്മെൻറ്റ്സ് ആണ് അധ്യാപകരുമായിട്ട് വിദ്യാർത്ഥികൾ പുലർത്തേണ്ടത്. ഇത് വളരെ നിസ്സാരമായിട്ട് നേരത്തെ ഉല്ലാസ് ബാബു പറയുന്നുണ്ടായിരുന്നു. വന്ദനം പറയുന്ന പോലെ, സ്നേഹം പ്രകടിപ്പിക്കുന്ന പോലെയാണ് കാല് കഴുകൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു കാലും കഴുകിക്കൊണ്ട് ശ്രേണീകൃത അസമത്വ വ്യവസ്ഥ വീണ്ടും കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. തുല്യ മനുഷ്യരാണ്, തുല്യ പൗരരാണ് അധ്യാപകരും വിദ്യാർത്ഥിയും എന്നാണ് ഞങ്ങൾ കുറച്ച് പറയാനുള്ളത്. ഇത് പക്ഷേ സ്കൂളുകളിൽ നടപ്പാക്കുക തന്നെയാണല്ലോ ദിനു. എല്ലാ സ്കൂളുകളുമല്ല, ഈ CBSE ഈ തരത്തിലുള്ള ചടങ്ങുകൾ കുറച്ച് വർഷങ്ങളായി നടക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാനാകുന്നു. ഇതിപ്പോൾ വാർത്തയായി. ഇത് മുമ്പും പല വർഷങ്ങളായി നടന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ ചില CBSE സ്കൂളുകളിൽ ഇത് നടക്കുന്നുണ്ട്. ഇതിനെ എങ്ങനെ തടയും? തീർച്ചയായിട്ടും സ്റ്റേറ്റിന്റെ മെക്കാനിസംസ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സംസ്ഥാന അർദ്ധ ജുഡീഷ്യൽ ബോഡി ആയിട്ടുള്ള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഈ വിഷയത്തിനകത്ത് സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ കൃത്യമായി കൊണ്ട് സ്റ്റേറ്റ് മെക്കാനിസം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ബ്രാഹ്മണിക് വ്യവസ്ഥകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കും. പറയുന്നു ദിനു, ആ സ്കൂളുകൾ അങ്ങനെയാണ് നടത്തപ്പെടുന്നത്, അങ്ങനെയാണത് അത് പ്രവർത്തിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വേറെ ചില സ്കൂളുകൾ വേറെ ചില മതവുമായി ബന്ധപ്പെട്ടുള്ള ചില കമ്മിറ്റ്മെന്റുകൾ നടത്തുന്നുണ്ട് ഇല്ലേ, ആശയങ്ങൾ അത് പ്രചരിപ്പിക്കുന്നുണ്ട്. അതാണ് നേരത്തെ ചില കാര്യങ്ങൾ എടുത്തിട്ടുകൊണ്ട് BJP പ്രതിനിധി സംസാരിച്ച ഉല്ലാസ് ബാബു പറഞ്ഞ കണ്ടല്ലോ. ഇവിടെ സൂംബ, ഇവിടെ സ്കൂൾ സമയമാറ്റം എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ ചില താരതമ്യങ്ങളും ആ സമയത്ത് വരികയാണ്. റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റണ്ണ് ചെയ്യാനുള്ള ഭരണഘടനാപരമായ അവകാശത്തേക്കാൾ പ്രധാനപ്പെട്ട അവകാശങ്ങളാണ് അന്തസ്സും സ്വാഭിമാനവും ഉയർത്തുന്ന മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അതെപ്പോഴും റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൺ ചെയ്യാനുള്ള അധികാരത്തിന് മുകളിലാണ് ഓരോ പൗരൻ്റെയും മൗലിക അവകാശങ്ങൾ. ആ തരത്തിൽ തന്നെ വേണം നമ്മൾ ഇതിനെ കാണാൻ വേണ്ടി. സ്വാഭിമാനത്തെ ഹനിക്കുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളും സ്കൂളുകൾ എന്നല്ല ഒരു പൊതുയിടത്തും അംഗീകരിക്കരുത് എന്നുള്ള പൊതു നിലപാട് തന്നെയാണ് ഈ വിഷയത്തിനകത്തും സ്വീകരിക്കേണ്ടതായുള്ളത്. ശരി, KT കുഞ്ഞിക്കണ്ണൻ, ഇതിപ്പോൾ വേറെ ചില കാര്യങ്ങളിൽ ഒത്തുതീർപ്പുകൾ നടത്തുകയാണല്ലോ സർക്കാർ എന്ന് പറയുകയാണ്. മറ്റു ചില മതസംഘടനയിൽപ്പെട്ട നേതാക്കൾ പറയുന്നതനുസരിച്ച് വിദ്യാഭ്യാസ വകുപ്പിൽ ചില കാര്യങ്ങൾ ഇതിനു മുമ്പ് മാറ്റിയിട്ടുണ്ടല്ലോ എന്ന ചോദ്യമാണ് മറു ചോദ്യമായി അവിടെ ഉന്നയിക്കുന്നത്. സൂംബ വിഷയം അവിടെ ഉന്നയിക്കുമ്പോൾ സൂംബയിൽ ഒരു ഒത്തുതീർപ്പും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. സ്കൂൾ സമയം കോടതിയുടെ ഉത്തരവാണ്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു നിലപാടെടുക്കൂ, ആലോചിക്കൂ എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു വിട്ടുവീഴ്ച ഇതുവരെ ഉണ്ടായിട്ടുമില്ല. പക്ഷേ അങ്ങനെ വിട്ടുവീഴ്ച സംഭവിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഉല്ലാസ് ബാബു. അതിൽ ചില മുനവെച്ച പ്രതികരണമായിട്ട് അതിനെ കാണേണ്ടി വരും. അതിനോട് എങ്ങനെയാണ് ഇടതുപക്ഷം പ്രതികരിക്കുന്നത്? അല്ല, അത് ഉല്ലാസ് ബാബു പ്രതിദാനം ചെയ്യുന്ന സംഘപരിവാറിൻ്റെ കുടിലമായ ഒരു പ്രതിരോധ തന്ത്രമാണ്. ഇത് സുംബക്ക് നിങ്ങൾ കീഴടങ്ങുന്നുണ്ടല്ലോ, മുസ്ലിം ന്യൂനപക്ഷ സംഘടനകൾ പറയുമ്പോൾ നിങ്ങൾ വഴങ്ങുന്നുണ്ടല്ലോ, സമസ്ത പറയുമ്പോൾ നിങ്ങൾ വഴങ്ങുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു വഴങ്ങലിൻ്റെ പ്രശ്നമല്ല ഇവിടെ. സ്മൃതി, നമ്മളെല്ലാം കാണേണ്ടത് സംഘപരിവാർ 100 വർഷമായി ഈ രാജ്യത്ത് അവരുടെ വൈദിക ബ്രാഹ്മണ്യ അധികാരത്തിൻ്റെതായ ഒരു വ്യവസ്ഥ, ഒരു സാമൂഹ്യക്രമം ഉണ്ടാക്കാൻ നമ്മുടെ മതനിരപേക്ഷവും ജനാധിപത്യപരവും ആധുനികവുമായ ഒരു സാമൂഹ്യ ഫാബ്രിക്കിനെ, ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കാനുള്ള നീക്കം നടത്തുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? RSSന് ശ്രൗതശാസ്ത്ര പരിഷത്തുണ്ട്,
ശ്രുതികളെയും സ്മൃതികളെയും ശ്രൗതശാസ്ത്രത്തെയും ഒക്കെ തന്നെ മനുഷ്യരുടെ ജീവിതക്രമമാക്കി മാറ്റാനുള്ള ശ്രൗതശാസ്ത്ര സാഹിത്യ പരിഷത്തുണ്ട്. സ്മൃതി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ? നമ്മൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്യും. പക്ഷേ ശ്രൗതശാസ്ത്ര സാഹിത്യ പരിഷത്ത് എത്രയോ കാലമായി കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. ആ ശ്രൗതശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്താണ് ലക്ഷ്യം വെക്കുന്നത്? പൗരാണിക കാലഘട്ടത്തിലെ വേദകാലഘട്ടത്തിലെ വിചിത്രങ്ങളായ യജ്ഞയാഗ സംസ്കൃതിയൊക്കെ തിരിച്ചു കൊണ്ടുവരികയാണ്. എർക്കര ഫൗണ്ടേഷൻ, നമ്മുടെ പരേതനായ മരിച്ചുപോയ നമ്മുടെ മഹാകവി അക്കിത്തം അതിൻ്റെ രക്ഷാധികാരിയായിരുന്നു. എർക്കര ഫൗണ്ടേഷൻ്റെ കോഴിക്കോട്ടുകാരനായ RSR ബഹുമാനപൂർവ്വം ഉല്ലാസവും ഒക്കെ മാധവജി എന്ന് വിളിക്കുന്ന ഇവിടെ ഈ കോഴിക്കോട് പന്ന്യങ്കരയുള്ള മാധവജി ആയിരുന്നു അതിൻ്റെ സംഘാടകൻ. ആ എർക്കര ഫൗണ്ടേഷനൊക്കെ അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നുമൊക്കെ ഇഷ്ടം പോലെ മാർക്കും പവനും ഡോളറുമൊക്കെ സംഘടിപ്പിച്ച് ഈ രാജ്യത്ത് ഭൂതകാലത്തിലെ വിദൂര ഭൂതകാലത്തിലെ വളരെ അശ്ലീലകരമായ ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾ യജ്ഞയാഗ പുനരുജ്ജീവനങ്ങൾ നടത്തും. ആ പുനരുജ്ജീവന സംസ്കൃതിയുടെ ഭാഗമായിട്ട് തന്നെ വേണം വൈദിക ബ്രാഹ്മണ്യത്തിൻ്റെതായ ശ്രേണീകൃതമായ ഒരു വ്യവസ്ഥ. ശൂദ്രൻ അക്ഷരം പഠിക്കാൻ പാടില്ല, അറിവ് നേടാൻ പാടില്ല. അങ്ങനെ അറിവ് നേടുന്ന ശൂദ്രൻ്റെ, വേദം കേൾക്കുന്ന ശൂദ്രൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്നൊക്കെ കൽപ്പിക്കുന്ന ഒരു സംസ്കൃതിയുടെ, അതാണല്ലോ ഈ ആർലേക്കർ പറയുന്ന നമ്മുടെ സംസ്കൃതി, നാടിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്, ഈ വൈദിക സംസ്കാരം. ആ വൈദിക സംസ്കാരം കെട്ടിയേൽപ്പിക്കാനുള്ള വളരെ ആസൂത്രിതമായ നീക്കം നടക്കുന്നുണ്ട് രാജ്യത്താകെ. RSSൻ്റെ കീഴിൽ എത്ര സ്കൂളുകളുണ്ട്? RSS നടത്തുന്ന സെൻട്രൽ സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്കൂളുകളിലാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. 1990-കളിൽ ബാബരി മസ്ജിദ് തർക്കം രാജ്യത്ത് മതപരമായ സാമുദായികമായ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ RSS സ്കൂളുകളിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? എത്ര വിദ്വേഷപൂർണ്ണമായിട്ടുള്ള പാഠങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത്? ബാബരി മസ്ജിദിൻ്റെ ചരിത്രം തന്നെ എന്താണ്? ബാബർ ചക്രവർത്തി എന്താണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ വെട്ടി അരിഞ്ഞിട്ട് ആ രക്തത്തിൽ കുമ്മായം കുഴച്ചാണ് ബാബരി മസ്ജിദ് ഉണ്ടാക്കിയതെന്ന പാഠഭാഗം വരെ UPയിലെ ക്ലാസ്സുകളിൽ RS നടത്തുന്ന സ്കൂളുകളിൽ പാഠഭാഗങ്ങളായിട്ട് വന്നില്ലേ? ഇതെല്ലാം രാജ്യം ചർച്ച ചെയ്തിട്ടുള്ളേ. അപ്പോൾ രാജ്യത്തെ വിഭജിക്കുന്ന അങ്ങേയറ്റം വിദ്വേഷപൂർണ്ണമായിട്ടുള്ള പഴയ വൈദിക സംസ്കൃതിയുടേതായ ഒരു ശ്രേണീകൃത വ്യവസ്ഥ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ പദ്ധതികളും RSSനുണ്ട്. ആ പദ്ധതിക്കെതിരായിട്ട് നമ്മുടേതുപോലൊരു സമൂഹത്തിനകത്ത് ഹിന്ദുത്വം പൊതുബോധമായിക്കൊണ്ടിരിക്കുന്ന ഒരു ചരിത്രഘട്ടത്തിലാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ആ ഹിന്ദുത്വ പൊതുബോധം എന്ന് പറയുന്നത് ബ്രാഹ്മണാധികാരത്തിൽ അധിഷ്ഠിതമായ ഒരു മൂല്യബോധമല്ലാതെ മറ്റൊന്നുമല്ല. ആ മൂല്യബോധത്തെ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ അതിശക്തമായി പ്രതിരോധിക്കണം. അത്തരം ജനാധിപത്യ മതനിരപേക്ഷ ശക്തികളുടെ ഭാഗത്തുനിന്നുള്ള സാംസ്കാരിക പ്രതിരോധത്തെ തകർക്കാനാണ് ഉല്ലാസ് ബാബുവിനെ പോലുള്ള സുഹൃത്തുക്കൾ ചോദ്യമുണ്ടല്ലോ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഒരു വിസ്തീർണം തേടാം, ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു. അതിനൊക്കെ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ ഈ പറയുന്ന കുട്ടികളുടെ മൊഴിയെടുക്കും. ഈ കുട്ടികൾ ഞങ്ങൾ സമനസാലെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലപ്പുറം എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊരു ചോദ്യമുണ്ടല്ലോ. ഈ തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നതിനെ തടയാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് അതിൻ്റെ നിയമപരമായ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന ഒരു സംശയവുമില്ല. ഇത്തരം പ്രാചീനമായ അപരിഷ്കൃതമായ അനുഷ്ഠാനങ്ങൾ നമ്മുടെ കുരുന്നുകൾക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ഈ കുരുന്നുകൾ പ്രായപൂർത്തിയായ അവരുടെ അച്ഛനും അമ്മയും പറഞ്ഞാൽ പോരാലോ. ഈ കുരുന്നുകൾ പ്രായപൂർത്തിയായ ആളുകളാണോ? ഈ മൈനർമാര ആളുകളെ കൊണ്ട് കാര് കഴിയിക്കാൻ ഇവർക്കാരാണ് അവകാശം കൊടുത്തത്? ഈ വൃത്തികെട്ട ആചാരം അടിച്ചേൽപ്പിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ്. ഏത് അധ്യാപകനായാലും അതിനെ ന്യായീകരിച്ച് സ്വന്തം കുട്ടികളെ കാല് കഴിക്കാൻ കൊണ്ടുപോകുന്ന ഏത് അമ്മയും അച്ഛനുമായാലും ഇതൊരു ക്രിമിനൽ കുറ്റമാണ്. ഈ കാര്യങ്ങൾ വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് സർക്കാർ കാണുന്നത്. നമ്മുടെ ഒരു ജനാധിപത്യ സംസ്കാരത്തിനെതിരായിട്ടുള്ള ആസൂത്രിതമായ ഒരു കടന്നാക്രമണത്തിൻ്റെ പ്രശ്നമാണ് ഇത്. നിസ്സാരമായ ഒരു പ്രശ്നമല്ല. വളരെ അപരിഷ്കൃതമായ മനുഷ്യൻ്റെ അന്തസ്സിനെ, ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ആ രീതിയിൽ കുട്ടികളിൽ അടിമ മനോഭാവം, ദാസ്യ മനോഭാവം ഉണ്ടാക്കുന്ന ഒരു വൈദിക സംസ്കാരമാണ് ഇതുവഴി അടിച്ചേൽപ്പിക്കുന്നത്. ഗുരുപൂജ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊക്കെ അധ്യാപകരില്ലേ? നമ്മളെല്ലാവരും ബഹുമാനിക്കാത്തവരാണോ? അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം ഇവിടെ പ്രേമേന്ദ്ര മാഷ് പറഞ്ഞതുപോലെ ഈ 21-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ സംവാദാത്മകമായ രീതിയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ കഴിയുന്ന, സംസാരിക്കാൻ കഴിയുന്ന, അങ്ങനെ വളരെ ജനാധിപത്യപരമായ ഒരു ദൈക്ഷണിക സംവാദമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പഴയ ഗുരുകുല സമ്പ്രദായമല്ല, കുടിപ്പള്ളിക്കൂട സമ്പ്രദായമല്ല. അതിൽ നിന്നൊക്കെ ലോകം മുന്നോട്ട് പോയി, മനുഷ്യർ മുന്നോട്ട് പോയി. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഇതാ കാല് കഴുകുന്നതാണ് സംസ്കൃതി എന്ന് പറഞ്ഞാൽ
അത് അംഗീകരിക്കാൻ പറ്റില്ല. അതിന് അതിശക്തമായി സാമൂഹ്യമായി ജനകീയമായി പ്രതിരോധിക്കും. നിയമപരമായി എന്തെല്ലാമാണോ സാധ്യമാകുന്നത് അതനുസരിച്ചുള്ള നടപടികൾ. ഉല്ലാസ് ബാബു, ഈ ഗവർണർ കേരളത്തിന് നാണക്കേട് എന്നാണ് KC വേണുഗോപാൽ പ്രതികരിച്ചത്. ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ഇക്കാര്യത്തിൽ ആ രൂപത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ഇനി താങ്കൾ പറയുന്ന പോലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വമനസ്സാലെ അവരുടെ താല്പര്യത്തിന് അധ്യാപകരെ ബഹുമാനിക്കുന്നത് ഇങ്ങനെ കാല് കഴുകലാണ് എന്ന രൂപത്തിലാണ് പറയുന്നതെങ്കിൽ അങ്ങനെയല്ല. ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നു, അവർ പഠിപ്പിച്ച അധ്യാപകരൊന്നുമല്ല, നേരത്തെ റിട്ടയർ ആയ കുറേ അധ്യാപകരെ നിരത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ആത്മബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല, ആത്മബന്ധവുമില്ല. ഒരു ചടങ്ങിൽ ആ കാര്യത്തിൽ ഭാഗമാകേണ്ടി വരുന്നു. അങ്ങനെ ഭാഗമാവുന്നവർ മുഴുവനും പേരും സുമാൻസാലയാണ് എന്ന് താങ്കൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അങ്ങനെയല്ലാത്ത കേസുകളും ഉണ്ടെങ്കിലോ? സ്മൃതിഭായി, ഇപ്പോൾ KT കുഞ്ഞിക്കണ്ണൻ, അതുപോലെ തന്നെ ഒരു അധ്യാപകൻ, മറ്റൊരു വ്യക്തിയും സ്മൃതിയും അടക്കമുള്ള 4 സംഘത്തിനോടാണല്ലോ ഞാൻ മറുപടി പറയുന്നത്. അപ്പോൾ ഒരു 3 മിനിറ്റ് എന്നോടൊരു നീതി കാണിക്കണം. അവർ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു പൊതു മറുപടി പറഞ്ഞതിന് ശേഷം സ്മൃതി ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. നോക്കൂ, നമ്മൾ ഈ ഇപ്പോൾ ഒരു ബഹുമാനായിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞു, അതേ പേരെനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തെ കളിയാക്കുന്നതല്ല. അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിലാണ് സാർ, ഇന്നത്തെ ശരി പ്രേമ മാഷ് പറഞ്ഞു. മാഷെ, ഞാൻ അങ്ങയോട് ചോദിച്ചോട്ടെ മാഷെ, ഞാൻ ഇന്നത്തെ കാലഘട്ടം എന്ന് അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്താണ്? അധ്യാപകർക്ക് കുഴിമാടം കുത്തുന്നതാണോ? പ്രിൻസിപ്പാളിൻ്റെ കസേര കത്തിക്കുന്നതാണോ? മാഷ്മാരുടെ കൈ പൊട്ടുന്നതാണോ? കൂട്ടിയിട്ട് ഭീഷണിപ്പെടുത്തുന്നതാണോ? എനിക്ക് മനസ്സിലായില്ല. അങ്ങ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ശൈലികൾ അതുമുണ്ട് എന്ന് അങ്ങോട്ട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു വിഷയം, ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മനസ്സാണ് അതിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത്. ആ ചെയ്യുന്ന കാര്യത്തിൻ്റെ മനസ്സാണ് ആ മൂല്യം നിശ്ചയിക്കുന്നത്. നോക്കൂ, യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന സമയത്ത് അത് നമ്മൾ എടുക്കുന്നത് എന്താണ്? അത് എളിമയുടെ പ്രതീകമാണ്, വിനയത്തിൻ്റെ പ്രതീകമാണ്. നിങ്ങളെക്കാൾ വലുതല്ല ഞാൻ എന്നതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അത് വിചാരിച്ചിട്ട് നാളെ നിങ്ങൾ ചർച്ച ചെയ്യും യേശു ക്രിസ്തു ചെയ്യുന്നത് തെറ്റാണെന്ന്. അങ്ങനെയല്ല അതിനെടുക്കേണ്ടത് എളിമയുടെയും വിനയത്തിൻ്റെയും നിങ്ങളെക്കാൾ വലുതല്ല ഞാൻ എന്ന ബോധ്യത്തിൻ്റെയും പ്രതീകമായിട്ടാണ് യേശു ക്രിസ്തു കാല് കഴുകുന്നത് എന്നാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ കാൽപാദങ്ങൾ കഴുകുക. കാൽപാദങ്ങൾ ശരീരത്തിൻ്റെ അപ്രധാനവും വൃത്തിഹീനവുമായിട്ടൊരു സംഭവമാണ് കാലുകൾ എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് വേണ്ട. നോക്കൂ, ജ്ഞാനാന്വേഷണവും യാത്രയും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് ശ്രീസ്മൃതി. നമ്മൾ സരസ്വതി എന്ന് പറയുമ്പോഴേക്കും ഹിന്ദു ദൈവം എന്ന് പറഞ്ഞ് ഓളിയിടില്ലേ നിങ്ങൾ? അങ്ങനെയല്ല. സരസ്വതി എന്ന് പറയപ്പെടുന്നതിൽ 2 അർത്ഥമുണ്ട്. ഒന്ന് സഞ്ചാരം എന്നൊരർത്ഥമുണ്ട്, 2 ജ്ഞാനാന്വേഷണം എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ഈ സഞ്ചാരവും യാത്രയും ജ്ഞാനാന്വേഷണവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മുടെ P. കുഞ്ഞിരാമൻ നായർ അദ്ദേഹം എല്ലാ കുട്ടികളെയും വിളിച്ചിട്ട് എന്നെ അനുഗ്രഹിക്കൂ, ആ കൈ എൻ്റെ നെറിയിൽ വെച്ചു, അനുഗ്രഹിച്ചു എന്ന് പറയും. അദ്ദേഹം അങ്ങനെയാണ് കാണുക. അതൊരു നല്ല അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയായിരുന്നു. അദ്ദേഹം അതിനെ ബഹുമാനിച്ചിരുന്നു. അത് ദാസ്യപ്പണിയായിട്ടും അതൊരു സേവയായിട്ടും കാണുന്നിടത്താണ് നമ്മുടെ പ്രശ്നമുണ്ടാകുന്നത് എന്ന് പറയപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ റഫീഖ് അഹമ്മദ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വലതുകാലും ഇടതുകാലുമുള്ള നമ്മൾ കുറേ കാലമായില്ലേ ശരീരത്തിൻ്റെ സമ്മതമില്ലാതെ വലതുകാലം ഇടത്തോട്ട് പോയില്ലല്ലോ, ഇടത്തുകാല് വലത്തോട്ടും പോയില്ലോ. അപ്പോൾ ഞാൻ കുറേ കാലം വലതുകാല് തീരുമാനിക്കുകയാണ്, കുറേ ഞാൻ വലത് ഭാഗത്തിരുന്നില്ല, ഇനി ഞാൻ എന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നടന്നോട്ടെ എന്ന് തീരുമാനിച്ച് നമ്മൾ കെട്ടിമറിഞ്ഞ് വീഴൂലേ. അപ്പം നമ്മളതിൻ്റെ ഒരു അപ്രധാനമായ ഭാഗമാണ്, അതൊരു മോശമായ ഭാഗമാണ് എന്ന് തോന്നുന്നിടത്ത് നമ്മുടെ മനസ്സിനെ ഒന്ന് മാറ്റുന്നതും നല്ലതാണ്. അത് യാത്രയും ജ്ഞാനവും അന്വേഷണവും തമ്മിലുള്ള വലിയൊരു ബന്ധമുണ്ട്. അതൊരു വലിയ ദുർഘടം നിറഞ്ഞ ഒരു ജ്ഞാനാന്വേഷണ യാത്രയുടെ ഏറ്റവും പ്രധാനമാണ് പാദങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഞാൻ എൻ്റെ കൾച്ചറും സംസ്കാരം നേരത്തെ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ വിശദീകരണം പറഞ്ഞതാണ്. ഓരോ പ്രവൃത്തിയും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കാര്യത്തെ കാണുന്ന ശൈലിയാണ് ഇതിൻ്റെ ഉത്തരമെന്ന് പറയും. നോക്കൂ, ചുംബനം പച്ചയായിട്ട് നമ്മൾ ചുംബിക്കുന്നു. അപ്പോൾ അമ്മയെ ചുംബിക്കുന്നു, കാമുകിയെ ചുംബിക്കുന്നു, ഭാര്യയെ ചുംബിക്കുന്നു, മകളെ ചുംബിക്കുന്നു, പെങ്ങളെ ചുംബിക്കുന്നു. അവിടെ ആ ചുംബിക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയെയും അത് കാണുന്ന വ്യക്തിയുടെയും ചിന്തയും മനസ്സും അല്ലെങ്കിൽ അവരെടുക്കുന്ന രീതിയുമാണ് അവിടെ യഥാർത്ഥം എന്ന് പറയപ്പെടുന്നത്. ചെയ്യുന്ന പ്രവൃത്തി ഒന്നാണ്. അപ്പോൾ അതിനെ മോശമായിട്ട് ചിത്രീകരിച്ച് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് കാണേണ്ട കാര്യമില്ല. ഏതൊരു കാര്യത്തെയും വിവാദമാക്കാൻ കാണിക്കുന്ന തിടുക്കം തന്നെ ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ പുറകെയുള്ള ചരിത്രവും ഇത് പഴഞ്ചനാണ് എന്നുള്ളത് കൊണ്ട് അതാണ് വ്യത്യാസം. അതാ ഞാൻ പറഞ്ഞത്, കാൽപാദം അല്ലെങ്കിൽ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം അല്ലെങ്കിൽ യാത്ര കാല് മോശമാണ്, അപ്രധാനമാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നിടത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? വിരാട് പുരുഷ സങ്കല്പത്തിൽ കാലാണ്, കാലിൽ ജനിച്ചവരാണ് ഏറ്റവും മോശക്കാര്. ആ വിരാട് പുരുഷ സങ്കല്പത്തിലെ ഉല്ലാസ് ബാബു ഇടപെടുകയോ ആ വിരാട് സങ്കല്പം അനുസരിച്ച് കുഞ്ഞിക്കണ്ണൻ സാർ, അങ്ങയുടെ നവോത്ഥാന
അങ്ങയുടെ നവോത്ഥാന കുട്ടികൾ അല്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടം അങ്ങ് പ്രവർത്തിച്ചിട്ട് എന്താണ് സാർ അങ്ങ് നേടിക്കൊടുത്തത്? ഗുരുക്കന്മാരുടെ കസാര കത്തിക്കലും, ഗുരുക്കന്മാർക്ക് കുഴിമാടം സൃഷ്ടിക്കലും, ഗുരുക്കന്മാരെ കേട്ടുകിട്ട് അടിക്കാൻ നോക്കിയതും, ഗുരുക്കന്മാരെ വാതിലടച്ച് ഭീഷണിപ്പെടുത്തിയതും ഒക്കെയല്ലേ അങ്ങയുടെ ചരിത്രമുള്ള കണ്ണൂരിലെ ജയകൃഷ്ണൻ മാസ്റ്ററടക്കം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ടാണല്ലോ നിങ്ങൾ ഇതിനെ ചിത്രീകരിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ജ്ഞാനം, അറിവ് അല്ലാന്ന് ഞാൻ KT കുഞ്ഞിക്കണ്ണൻ സാറിന്റെ നവോത്ഥാനം കണ്ട വിദ്യാർത്ഥികൾ, KT കുഞ്ഞിക്കണ്ണൻ സാറിന്റെ പാർട്ടിയിലുള്ള ചെറിയ വിദ്യാർത്ഥികൾ ചെയ്ത പ്രവർത്തികൾ അങ്ങനെ ഞാൻ പറഞ്ഞതിന് ഇപ്പോഴും ഉല്ലാസബാബു പറഞ്ഞിട്ടില്ല മറുപടി. ആ വിരാട് പുരുഷ സംഘം ജനിച്ചവരാണ് ഏറ്റവും മോശക്കാര്. പറയൂ ശൂദ്രർ, അവരാണ് നീചജന്മം. അല്ല, പാദങ്ങൾ ജനിച്ചവരാണല്ലോ ഉല്ലാസ് ബാബു. നിങ്ങൾ ഈ കുറെ ജന്മങ്ങൾ അവരാണല്ലോ ശൂദ്രർ. നിങ്ങൾ ഈ ശ്രമിച്ച ആ സംസ്കാരം ഒന്ന് ക്ഷമിക്കുക ചേട്ടാ, ഒന്ന് പറയട്ടെന്ന്. അങ്ങ് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ. നോക്കൂ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ കുറേ കാലമായിട്ടില്ല ഈ ആചാരങ്ങൾക്കെതിരെ, സംസ്കാരങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ നോക്കൂ, ഓരോ കാര്യത്തിന് സയൻറ്റിഫിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിനെ ഹൈന്ദവതയാക്കി നിങ്ങൾ കണക്ട് ചെയ്തപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഹിന്ദു അല്ലെങ്കിൽ മതം, ജാതി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണക്ട് ചെയ്ത്, ഇപ്പോൾ സരസ്വതി ഞാൻ നേരത്തെ പറഞ്ഞില്ല, സഞ്ചാരി എന്ന അർത്ഥമുണ്ട്, സ്വാഭാവികമായിട്ട് ഞാൻ അന്വേഷകം എന്ന കൃത്യമായിട്ടുള്ള അർത്ഥമുണ്ട്. ഈ അർത്ഥത്തിന് നിങ്ങൾ ഹിന്ദു ദേവതയായിട്ട് കാണുമ്പോഴാണ് നഗ്നചിത്രം വരയ്ക്കാൻ നിങ്ങളുടെ തല തെറിച്ച പിള്ളേർക്ക് തോന്നുന്നത്. അവിടെയാണ് നിങ്ങൾ കാണിക്കുന്ന പ്രവർത്തിയുടെ മാറ്റം. നമ്മളൊരു മനസ്സ് എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളത്, നിങ്ങളിതിനെ ദാസ്യപ്പേലയായിട്ടും സേവയായിട്ടും കാണുന്നിടത്താണ് നിങ്ങളുടെ പ്രശ്നം. ഞാനിതിനെ കാണുന്നത് ബഹുമാനിക്കുന്ന ജ്ഞാനത്തെ അറിയാൻ യാത്ര ചെയ്യുമ്പോൾ അതിലേറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് പാദങ്ങൾക്കാണ്. പാദവും യാത്രയും ജ്ഞാനാന്വേഷണവും തമ്മിൽ അഭേദ്യമായ ബന്ധങ്ങളുണ്ട്. ആയതുകൊണ്ട് തന്നെ അതിനെ ബഹുമാനിക്കുന്നത് എളിമയുടെയും വിനയത്തിൻ്റെയും എനിക്ക് മേലല്ല നീ എന്ന ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അതേപോലെ തന്നെയാണ് കുട്ടികളുടെ പാദങ്ങൾ കഴുകിയിട്ടുണ്ട്. അതേപോലെ തന്നെ പെൺകുട്ടികളുടെ, സ്ത്രീകളുടെ പാദങ്ങൾ കഴുകാറുണ്ട്. അതൊക്കെ പലതരം ബഹുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നരേന്ദ്രമോദിയുടെ ഉദാഹരണം പറഞ്ഞതും ഞാൻ നിനക്ക് മേലെയല്ലെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. VS അച്യുതാനന്ദൻ്റെ കാല് ഇതേ ശിവൻകുട്ടി വലത്തെ ഭാഗത്ത് നിന്ന് കുറച്ച് സ്ത്രീകൾ ആ ഒരു പരിപാടിക്ക് കഴുകിയതും ഇതേ സംസ്കാരത്തിൻ്റെയും ഇതേ ശൈലിയുടെയും അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ സ്മൃതിക്ക് ഞാൻ അയച്ചു തരാം. അതേ അതിന് മറുപടി ആ പഠന വേണമെങ്കിൽ അയച്ചുതരാം, അതിലൊന്നും കുഴപ്പമില്ലെന്ന്. അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ കുഞ്ഞിക്കണ്ണന്മാരുടെ മനസ്സ് ഞാൻ അയച്ചുതരാം. കുഞ്ഞിക്കണ്ണന്മാരുടെ മനസ്സിന്റെ പ്രശ്നമായിട്ടുള്ള അവരെല്ലാം കാണുന്നത് KT കുഞ്ഞിക്കണ്ണന്മാരുടെ മനസ്സ്, അങ്ങനെ ഒരു മനഃശാസ്ത്രപരമായ കാഴ്ചപ്പാടുകളുടെയും പ്രശ്നമാണ്. അവരെന്ത് കണ്ടാലും അവരെന്ത് കണ്ടാലും അവരുടെ ചിന്താഗതിക്ക് അനുസൃതമായി അവർ തോന്നുള്ളൂ. അത് എന്റെ കുറ്റല്ല, അത് അദ്ദേഹത്തിന്റെ ചിന്താഗതിയുടെ പ്രശ്നമാണ്. ശരി, ആ ചിന്താഗതി ബാക്കിയുള്ളവരുടെ ചിന്താഗതിയും അത് തന്നെയാണല്ലോ. ഇപ്പോൾ ഈ കാലത്തെ ചിന്താഗതിയുമായി നിങ്ങൾ ഒത്തുപോകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചർച്ച തന്നെ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഞങ്ങൾ ഒത്തുപോകുന്നുണ്ട്, അതിന് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നം ഉണ്ടായി ഞങ്ങൾക്ക് എന്താ പറയുക? വിജ്ഞാനത്തിലേക്കുള്ള യാത്രയിൽ പാദങ്ങൾ ഈ തരത്തിൽ ബഹുമാനിക്കപ്പെടണം. ഒറ്റ കാര്യമാണ് ശ്രീ ഉല്ലാസ് ബാബു പറഞ്ഞതിലുള്ളത്. അദ്ദേഹം പറയുന്നത് എന്തോ ഭാരതീയ സംസ്കാരവും വിദ്യാഭ്യാസവും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ്. നോക്കൂ, നളന്ദയിലും തക്ഷശിലയും ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കാൽ കഴുകിക്കൽ ചടങ്ങുണ്ടായിരുന്നു എന്നതിന് ഇദ്ദേഹം മറുപടി പറയണം. സംഘകാല ചരിത്രത്തിൽ വിദ്യാഭ്യാസം ഏറ്റവും സ്പ്രൗട്ട് ചെയ്തിട്ടുള്ള സംഘകാല ചരിത്രത്തിൽ എവിടെയാണ് കാൽ കഴുകൽ ചടങ്ങുണ്ടായത് എന്നുള്ളതിന് ഇദ്ദേഹം മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ലാത്ത, ഭാരതീയം എന്ന് പറയാനേ പറ്റാത്ത, ബ്രാഹ്മണികം എന്ന് മാത്രം വിളിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ഇനി ഇത് എളിമയുടെ ഒക്കെ മാത്രം ചടങ്ങാണ്, ജാതീയതയൊന്നുമായിട്ടൊരു ബന്ധമില്ല. ഇതേ ഒരു കാര്യം ചെയ്യണം. കേരളത്തിലെ തന്ത്രിമാരൊക്കെ വിളിച്ചിട്ട്, നമ്മുടെ 40,000 കോളനികളിലെ സഹോദരന്മാരൊക്കെ വിളിച്ചിട്ട് അവരെ കാലൊക്കെ കഴുകി, കാൽ കഴുകിച്ചൂട്ടി ഇനി ബ്രാഹ്മണനെ മാറ്റി ദളിതനെ ആക്കിയിട്ട് നേരെ വിഗ്രഹത്തിന് നേരെ അങ്ങ് തളിക്കുക. ശബരിമല അടക്കമുള്ള മലയാള ബ്രാഹ്മണന് മാത്രം പൂജിക്കാൻ പറ്റുന്ന വിഗ്രഹങ്ങൾക്ക് നേരെ അങ്ങ് തളിക്കുക. അങ്ങനെ എളിമയുടെ ചിഹ്നമായിട്ട് ഞങ്ങളെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ ചേട്ടാ? താങ്കൾക്ക് ജാതിപ്രാന്ത് മൂത്ത തലയ്ക്ക് വട്ടായി ചികിത്സയ്ക്ക് വേഗം പോയിട്ട് എന്ത് കഷ്ടമാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് ബ്രാഹ്മണൻ, ദളിതൻ, അതിപ്പോഴും നിലനിർത്തി കൊണ്ടുപോയി 10 എന്താ പറയുക അവനവന്റെ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് സമൂഹത്തെ എത്തിക്കണമെന്നുള്ള അജണ്ടയാണെന്ന്. അജണ്ടയല്ലേ
അത് ഞാൻ ചോദിക്കട്ടെ സ്മൃതി, ഇദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താണ്? ഇദ്ദേഹത്തിന് ബ്രാഹ്മണരെ കണ്ടാൽ ഇഷ്ടമല്ല, ബ്രാഹ്മണരെ ഇഷ്ടമല്ല, വേണ്ടാന്ന്, നിങ്ങൾക്കത് ഇഷ്ടവും ഇഷ്ടക്കേടൊക്കെ നിങ്ങളുടെ താല്പര്യം. നിങ്ങൾക്കൊരു വിഭാഗത്തെ ഇഷ്ടമില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരിയെന്നും പഴയ കാലത്തോ അല്ലെങ്കിൽ നമ്മൾ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ ആഗ്രഹിക്കാത്തതും മനസ്സിലേക്ക് കുത്തിയേൽപ്പിക്കരുതല്ലേ. ഈ സമൂഹത്തിൽ എത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മനസ്സിലാക്കണം. സംബന്ധമാണ്, അത് സ്വാഭാവികമായിട്ട് അംഗീകരിക്കാൻ പറ്റുമോ? ദിനു മറുപടി പറയാം, സമയം തീരുകയാണ്. ദിനുവിന്റെ ഫോൺ കട്ടായിരിക്കുന്നു. ശ്രീ സംബന്ധം, നിങ്ങൾ യേശു ക്രിസ്തു ചെയ്ത പ്രവൃത്തി എളിമയുടെയും വിനയത്തിന്റെയും പ്രതീകമാണെന്ന് പറഞ്ഞപ്പോൾ എന്താ എതിർക്കാഞ്ഞത്? അപ്പൊ നിങ്ങൾക്ക് ഒരു വിഭാഗം പറയുന്ന സമയത്ത് ജാതിയുടെ പുറകെ ഓടാം, അത് തെറ്റില്ല. ആദ്യം പഠിച്ച് കുട്ടിയെ പഠിപ്പിക്കുക. ജാതിക്കാർ പറയുന്ന സമയത്ത് ഓടിപ്പോകരുതെന്ന് ഈ പറഞ്ഞ മാനിനോട് ശിവൻകുട്ടിയോട് പറയാൻ പറ. നവോത്ഥാന നായകൻ കെട്ടി കുഞ്ഞിക്കണ്ണൻ ഒന്ന് പോയി ശിവൻകുട്ടിയെ പഠിപ്പിക്കുക. സമസ്തയുടെ വീടിന്റെ പടിക്ക് പോയി കടക്കല്ലേ, അല്ലെങ്കിൽ സമസ്ത പറയുന്ന ആഫീസിന്റെ മുമ്പിൽ പോയിട്ട് അയ്യോ എന്ന് പറഞ്ഞ് തല നമസ്കരിച്ച് കടക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. ഉല്ലാസ് ബാബുവിന് സമസ്ത എന്ന് കേൾക്കുമ്പോൾ പറയുമ്പോൾ തന്നെ എന്തൊരു വാക്കുകളിലൊക്കെ എന്തൊരു പുച്ഛവും പരിഹാസമാണ്. ദിനുവേഗം മറുപടി കുഴപ്പമില്ല. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യം ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്ന സമസ്തയെ ഇന്ത്യൻ ഭരണഘടനയിലൂന്നിയ അതിൽ അംഗീകരിക്കുന്ന എല്ലാവരെയും ബഹുമാനിക്കുന്ന ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാത്ത നാടിനെയാണ്. അവിടെയാണ് ഉല്ലാസ് ബാബുവിന് സമസ്ത പറയുന്നതിനോട് വിരോധം തോന്നുന്നത്. അത് നിങ്ങൾക്ക് ദേഷ്യമായി തോന്നുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കാരും നല്ലവരുമായി അത് എന്റെ കുറ്റമല്ല. ഞാൻ കേട്ടില്ല, എനിക്ക് ഓഡിയോ കട്ടായിരുന്നു ആ സമയത്ത്. അല്ല, നിങ്ങൾക്ക് ആളുകൾ പൊതുസമൂഹത്തിൽ ഉണ്ടാവാത്ത കാര്യങ്ങളെ, ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെ, നടക്കാത്ത കാര്യങ്ങളെ, വളർന്നു വരുന്ന യുവതലമുറയിലേക്ക് വീണ്ടും ജാതി ചിന്തകളെ വെച്ചു പുലർത്തുന്ന രീതിയിലേക്ക് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ചെയ്യുന്ന പ്രവൃത്തി വിവരക്കേടാണ്, അത് ശുദ്ധ സംബന്ധമാണ്. ഇതാണ് ഉല്ലാസ് ബാബു പറഞ്ഞത്. ദളിതർ എന്നും പറഞ്ഞല്ലേ. സമയം കൊടുക്കൂ, സമയം കഴിയാനായി. വേഗം ദിനു. ജാതി ചിന്ത പുലർത്തുന്ന തന്ത്രസമുച്ചയും മനുസ്മൃതിയും അടക്കമുള്ള ഗ്രന്ഥങ്ങൾ കെട്ടിപ്പിടിക്കുന്ന ഇവരാണ് ഞാൻ ജാതി ചിന്ത പടർത്തുന്നു എന്ന് പറയുന്നത്. ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതികൾ ഇല്ലാതാവുക എന്ന് പറയുന്ന ആശയം പുലർത്തുന്ന ഞങ്ങളോടാണ് നിങ്ങൾ വന്നുകൊണ്ട് ജാതിവാദി എന്ന് പറയുന്നത്. ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എല്ലാ കാലത്തും ആന്റി കാസ്റ്റ് നിലപാട് തന്നെയാണ്. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് ശക്തമാണ്. അതുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് എത്രത്തോളം കഴിയുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. വളരെ നന്ദി ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, പി പ്രേമചന്ദ്രൻ, ദിനുവേൽ ചർച്ചയിൽ പങ്കെടുത്തതിന്. കാണാൻ വേണ്ടി ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.